Hi, coming to Unit 9, ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ. നമ്മളിപ്പോൾ കമ്പനി ഫോം ചെയ്യുന്ന ബേസിക് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത് അതൊക്കെ പഠിച്ചു. പക്ഷേ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു കമ്പനി നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് ക്യാപിറ്റൽ. നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. ഈ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ തന്നെ നമ്മുടെ കയ്യിൽ ക്യാഷ് വേണം. അപ്പം നമുക്ക് ബിസിനസ് കണ്ടിന്യൂ ചെയ്തു പോകാൻ നമ്മൾ എന്താണ് നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് ക്യാപിറ്റലിൻ്റെ ആവശ്യമുണ്ട്. അപ്പം എങ്ങനത്തെ രീതിയിലേക്കാണ് നമ്മൾ ഷെയർ ക്യാപിറ്റൽ ഉണ്ടാവുക, ഏതൊക്കെ ടൈപ്സ് ഓഫ് ഷെയർ ക്യാപിറ്റലാണ്, ഷെയർ ക്യാപിറ്റൽ എന്താണ്, അതേമാതിരി ലോൺസ് എന്തൊക്കെ ടൈപ്സ് ലോൺസ് ആണുള്ളത്, അതൊക്കെയാണ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ഷെയർ ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ദി ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ദ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ സ്റ്റേറ്റ്സ് ദി എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ദാറ്റ് ദി കമ്പനി മേ റേസ് ഡ്യൂറിങ് ഇറ്റ്സ് ലൈഫ് ടൈം അൺലെസ് ഇറ്റ് ഈസ് ഇൻക്രീസ്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ ഒരു കമ്പനിക്ക് മാക്സിമം എത്രത്തോളം ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവരാം, എത്രത്തോളം ക്യാപിറ്റൽ നമുക്ക് കൊണ്ടുവരാം എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ. അതാണ് ക്യാപിറ്റൽ ക്ലോസ് എന്ന് പറയുന്നത്. അതിനകത്ത് പറഞ്ഞിട്ടുള്ള ക്യാപിറ്റലാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ എന്ന് പറയും, അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും പറയും. അതായത് മാക്സിമം ലിമിറ്റ്, ഒരു കമ്പനിക്ക് മാക്സിമം ലിമിറ്റ് എത്രത്തോളം ഷെയർ ക്യാപിറ്റൽ കൊണ്ടുവരാൻ പറ്റുമോ അത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ നോമിനൽ ക്യാപിറ്റൽ. ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഈസ് ഡിവൈഡഡ് ഇൻറ്റു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് ഓഫ് എ ഫിക്സഡ് എമൗണ്ട്. അതൊരു സ്പെസിഫൈഡ് നമ്പറിൽ ഇപ്പം 1 lakh റുപ്പീസാണ് നമുക്ക് ഷെയർ ക്യാപിറ്റൽ വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ അത് എത്ര എണ്ണമായിട്ടാണ് ഡിവൈഡ് ചെയ്യുക, എത്ര രൂപേൻ്റെതാണ്, അതൊക്കെ സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടാവും. ദ പേഴ്സൺസ് കോൺട്രിബ്യൂട്ടിംഗ് ടുവേഴ്സ് ഷെയർ ക്യാപിറ്റൽ ഇസ് നോൺ ആസ് ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സ് കമ്പനിക്ക് ഷെയർ ക്യാപിറ്റൽ കൊടുക്കുന്നവരെയാണ് നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുക. യു ഷുഡ് നോട്ട് ദാറ്റ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന മണി അത് നമ്മുടെ ഷെയർ ക്യാപിറ്റലിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതല്ല. ഇനി ടൈപ്സ് ഷെയർ ക്യാപിറ്റലിൻ്റെ വിധം. ഫസ്റ്റ് നോമിനൽ ഓർ ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഈ നമ്മൾ നേരത്തെ തന്നെ പഠിച്ചു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുള്ള ഫിക്സഡ് എമൗണ്ട്, അതായത് മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കമ്പനി ക്യാൻ റേസ്, അതാണ് ഓതറൈസ്ഡ് ക്യാപിറ്റൽ, നോമിനൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് ക്യാപിറ്റൽ എന്നും അതിന് പറയും. അടുത്തത് ഇഷ്യൂഡ് ക്യാപിറ്റൽ. ഈ ഓതറൈസ്ഡ് ക്യാപിറ്റൽ നമ്മൾ എത്രത്തോളമാണ് പബ്ലിക്കിലൂടെ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, അതാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇപ്പം മൊത്തം 1 lakh ഷെയർസ് ഉണ്ട്, അതായത് 1 lakh റുപ്പീസിൻ്റെ ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്ത് ടോട്ടൽ നമുക്ക് മെമ്മോറാണ്ടം വെച്ചിട്ടുള്ളത്. അതിനകത്ത് 80,000 റുപ്പീസിൻ്റെ ഷെയർസാണ് നമ്മൾ ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ 80,000 റുപ്പീസാണ്. അതിനകത്ത് അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബാലൻസ് ഉള്ള 20,000 നമ്മൾ അൺഇഷ്യൂഡ് ക്യാപിറ്റൽ എന്നാണ് പറയാം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇഷ്യൂഡ് ക്യാപിറ്റൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ വിച്ച് ഈസ് ഇഷ്യൂഡ് ടു ദി പബ്ലിക് ഫോർ സബ്സ്ക്രിപ്ഷൻ. പബ്ലിക്കിലൂടെ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഓതറൈസ്ഡ് ക്യാപിറ്റലിൻ്റെ പാർട്ടിനെയാണ് ഇഷ്യൂഡ് ക്യാപിറ്റൽ എന്ന് പറയാം. അടുത്തത് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ. നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ക്യാപിറ്റൽ അത്രയും തന്നെ മൊത്തം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടൊന്നുമില്ല. ചില സമയത്ത് സബ്സ്ക്രൈബ് ചെയ്യും, പക്ഷെ ചില സമയത്ത് അല്ലാത്ത സിറ്റുവേഷനും വരും. അപ്പോൾ എത്രത്തോളമാണ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളത്, പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്, അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് നോമിനൽ വാല്യൂ ഓഫ് ഇഷ്യൂഡ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ബീൻ ആക്ച്വലി സബ്സ്ക്രൈബ്ഡ് ബൈ ദി പബ്ലിക്. എത്രത്തോളമാണോ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഇഷ്യൂഡ് ക്യാപിറ്റലിൻ്റെ പോർഷൻ, അതാണ് സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എ കമ്പനി cannot accept for subscribing an amount greater than the issued capital. ഇഷ്യൂഡ് ക്യാപിറ്റലിനെക്കാട്ടും കൂടുതൽ എമൗണ്ട് സബ്സ്ക്രിപ്ഷനായിട്ട് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. കാരണം ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കമ്പനിയാണ്, എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവർ ഒരു 1 lakh റുപ്പീസിൻ്റെ ഷെയർസിന് വേണ്ടിയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തു. അതിനെക്കാട്ടിലും കൂടുതൽ ആപ്ലിക്കേഷൻ മണി കിട്ടിയെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ അത്രയും കിട്ടിയെന്ന് വിചാരിച്ച് നമ്മൾ അത്രയും ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. അതാണ് സബ്സ്ക്രൈബ് ക്യാപിറ്റൽ. അടുത്തത് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. യൂഷ്വലി കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് ലാവില്ല ഇഷ്യൂ ചെയ്യുന്നത്. അതായത് ഇപ്പം 100 റുപ്പീസിൻ്റെ ഒരു ഷെയർ ആണെന്ന് വിചാരിക്കാം. അത് അലോട്ട്മെൻറ്റിൻ്റെ സമയത്ത് തന്നെ 100 റുപ്പീസ് വാങ്ങിക്കില്ല. ആപ്ലിക്കേഷൻ മണി ആയിട്ട് കുറച്ച് രൂപ വാങ്ങിക്കും, അലോട്ട്മെൻറ്റ് മണി ആയിട്ട് വാങ്ങിക്കും, ഫസ്റ്റ് കോൾ വാങ്ങിക്കും, സെക്കൻഡ് കോൾ വാങ്ങിക്കും, അങ്ങനെ പാർട്ടായിട്ടാണ് ക്യാഷ് നമ്മൾ വാങ്ങിക്കുക, ക്യാപിറ്റൽ വാങ്ങിക്കുക. അതാണ് കോൾഡ് അപ്പ്. എത്രത്തോളമാണ് അതിനകത്ത് നമ്മൾ ക്യാഷ് നമുക്ക് വാങ്ങിച്ചിട്ടുള്ളത്, ഒരു ഷെയറിന് എത്രത്തോളം എമൗണ്ട് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടോ അതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനകത്ത് വാങ്ങിക്കാത്ത എമൗണ്ടാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് കളേഴ്സ് ഇറ്റ് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ് നോൺ ആസ് ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, സെക്കൻഡ് കോൾ ആൻഡ് സോ ഓൺ. The amount of installments which have been demanded for the time being is termed as called up capital.
നമ്മുടെ കമ്പനി എത്ര രൂപയാണോ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം അവർക്ക് കിട്ടിയിട്ടുണ്ടോ, അതാണ് കോൾഡ് അപ്പ് ക്യാപിറ്റൽ. അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഡിമാൻഡ് ചെയ്യാത്ത എമൗണ്ടിനെയാണ് അൺകോൾഡ് ക്യാപിറ്റൽ എന്ന് പറയാം. ഫിഫ്ത്ത്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ദി കോൾഡ് അപ്പ് ക്യാപിറ്റൽ വിച്ച് ഹാസ് ആക്ച്വലി ബീൻ റിസീവ് ഫ്രം ദി ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പം ഇതിനകത്ത് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, 5 lakh റുപ്പീസാണ് കോൾഡ് ചെയ്തത്, പക്ഷേ അതിനകത്ത് 4,90,000 റുപ്പീസേ റിസീവ് ആയിട്ടുള്ളൂ. അപ്പോൾ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഈ 4,90,000 റുപ്പീസാണ്. എത്ര കോൾ അപ്പ് ചെയ്തോ അതിനകത്ത് എത്രത്തോളം ആൾക്കാർ പേ ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ട് പേ ചെയ്തിട്ടുണ്ട്, അതാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിനകത്ത് പേ ചെയ്യാത്ത ബാലൻസ്, ഇപ്പോൾ ഈ എക്സാമ്പിളിലാണെങ്കിൽ 5 lakh റുപ്പീസാണ് കോൾ അപ്പ് ചെയ്തത്, 4,90,000 റുപ്പീസാണ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. അതിനകത്ത് ബാലൻസ് വരുന്ന 10,000-നെ നമ്മൾ കോൾസ് ഇൻ അരിയേഴ്സ് എന്നാണ് പറയാം. ദി എമൗണ്ട് നോട്ട് പെയ്ഡ് ഇൻ റെസ്പെക്ട് ഓഫ് അലോട്ട്മെന്റ് ആൻഡ് കോൾസ് മെയ്ഡ് ഈസ് നോൺ ആസ് കോൾസ് ഇൻ അരിയേഴ്സ്. The meaning and nature of a share. The capital of a company is divided into a number of indivisible units of a fixed amount. These units is known as shares. ഒരു കമ്പനിയുടെ ക്യാപിറ്റൽ നമ്മൾ കുറേ നമ്പർ ഓഫ് അതായത് ഓരോ കുറേ നമ്പറായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഫെർദർ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഇപ്പോൾ 1 lakh ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആ 1 lakh ഷെയർസിന് പിന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അതാണ് ഇൻഡിവിസിബിൾ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഷെയർ ക്യാപിറ്റലിൽ ഡിവൈഡ് ചെയ്ത ഓരോ യൂണിറ്റിനാണ് നമ്മൾ ഷെയർസ് എന്ന് പറയാം. According to Section 2, Subsection 48 of the Companies Act 2013, a share is the share in the share capital of the company and it includes stock. ഒരു കമ്പനീൻ്റെ ഷെയർ ക്യാപിറ്റലുള്ളൊരു ഷെയറിനെയാണ് ഷെയർ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ ഷെയറിൻ്റെ ഡിഫറൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനു മുമ്പായിട്ട് നേച്ചർ ഓഫ് എ ഷെയർ. ഇൻ ഇന്ത്യ ഷെയർ ഇസ് റിഗാർഡഡ് ആസ് ഗുഡ്സ്. ഇന്ത്യയിൽ നമ്മൾ ഷെയറിനെ ഒരു ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. Section 2, Subsection 7 of the Sale of Goods Act 1930 defines goods to mean any kind of movable property other than auctionable claims and money and includes stocks and shares. കാരണം ഈ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ട് stocks and shares is considered as a goods. However, Section 44 of the Companies Act 2013 will recognize shares as movable property, suggests that they shall be transferable only in the manner provided by the Articles of Association. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ്റെ ഇത് പ്രകാരം മാത്രമേ ഒരു കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു കമ്പനീസ് ആക്ട് 2013 അത് മൂവബിൾ പ്രോപ്പർട്ടി ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അതേമാതിരി ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്ട്, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ടിനകത്തും സ്റ്റോക്സും ഷെയർസും ഗുഡ്സ് ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. അടുത്തത് ടൈപ്സ് ഓഫ് ഷെയർസ്. സെക്ഷൻ 43 ഓഫ് ദി കമ്പനീസ് ആക്ട് പ്രൊവൈഡ്സ് ദാറ്റ് ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർ ഷാൽ ബി ഓഫ് 2 kinds only. ഷെയർ ക്യാപിറ്റൽ ലിമിറ്റഡ് കമ്പനിയുടെ ലിമിറ്റഡ് കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസിൻ്റെ ഷെയർ ക്യാപിറ്റൽ 2 ടൈപ്സ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, ഇക്വിറ്റി ഷെയർസ് ആൻഡ് പ്രിഫറൻസ് ഷെയർസ്. അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണെന്ന് നോക്കാം. ഷെയർസ് വിച്ച് ഡു നോട്ട് എൻജോയ് എനി പ്രിഫറൻഷ്യൽ റൈറ്റ് ഇൻ ദ മാറ്റർ ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ് ഓർ റീപേയ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോൺ ആസ് ഇക്വിറ്റി ഷെയർസ്. ഇതൊക്കെ നമ്മൾ +1 പഠിക്കുന്ന ആ സംഭവം തന്നെയാണ്. ഇക്വിറ്റി ഷെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ ഷെയറിൽ ഒരു പ്രിഫറൻഷ്യൽ റൈറ്റ്സോ ഒരു കാര്യങ്ങളോ പ്രിഫറൻഷ്യൽ ആയിട്ടുള്ള ബെനിഫിഷ്യലോ പ്രിവിലേജസുകളോ ഒന്നും ഇല്ലാത്ത ഷെയർസിനാണ് നമ്മൾ ഇക്വിറ്റി ഷെയർസ് എന്ന് വിളിക്കാം. പക്ഷെ അവർക്ക് വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടാകും. അതേമാതിരി ഡിവിഡൻറ്റിൻ്റെ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്ന സമയത്ത് അവർക്ക് മുൻഗണന ഒന്നും ഉണ്ടാവില്ല, അവർക്കായിരിക്കും ഏറ്റവും ലാസ്റ്റ് കിട്ടുക. അതേമാതിരി ഡിവിഡൻറ്റിൻ്റെ അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒന്നും ഇക്വിറ്റി ഷെയർസിനകത്ത് ഉണ്ടാവില്ല. Every member of a company limited by shares holding equity share capital therein shall have a right to vote on every resolution placed before the company. പക്ഷേ ഇക്വിറ്റി ഷെയർസ് ഉള്ള കമ്പനിക്ക് ഇക്വിറ്റി ഷെയർസ് ഉള്ള ആൾക്കാർക്ക് പ്രിവിലേജസ് ഉണ്ട്. അതൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടിംഗ് റൈറ്റ് ആണ്. അവർക്ക് കമ്പനിയുടെ മുമ്പാകെ എന്ത് റെസൊല്യൂഷൻ വന്നാലും അവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടാവും. ഹിസ് വോട്ടിംഗ് റൈറ്റ്സ് ഓൺ എ പോൾ ഷാൽ ബി ഇൻ പ്രൊപ്പോർഷൻ ടു ഹിസ് ഷെയർ ഇൻ ദി പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി. ഒരാൾക്ക് എത്രത്തോളം പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണോ ഒരു കമ്പനിയിലുള്ളത്, ഇക്വിറ്റി പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റലാണുള്ളത്, അത്രത്തോളം പ്രൊപ്പോർഷൻ്റെ വോട്ട്സും അയാൾക്കുണ്ടാവും. If the preference dividend is not paid for 2 years or more, the preference shareholders shall also get voting right on every resolution placed before the company. Preferential shareholdersനും 2 വർഷത്തേക്ക് ഡിവിഡൻസ് ഒന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കും വോട്ടിംഗ് റൈറ്റ്സ് കിട്ടും. Rules for issue of
equity shares with differential rights as to dividend, voting or otherwise. ഇക്വിറ്റി ഷെയർസിനും ഡിഫറൻഷ്യൽ റൈറ്റ്സ്, ഡിവിഡൻഡ് കിട്ടാനും വോട്ട് ചെയ്യാനും ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ഉണ്ട്. അതിൻ്റെ റൂളാണ് റൂൾ 4 ഓഫ് ദീസ് റൂൾസ്. നോ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ഷാൽ ഇഷ്യൂ ഇക്വിറ്റി ഷെയർസ് വിത്ത് differential rights as to dividend, voting or otherwise unless it complies with inter alia the following condition. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഷെയർസ് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫോളോയിങ് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഇക്വിറ്റി ഷെയർസ് അങ്ങനത്തെ ഡിഫറൻഷ്യൽ റൈറ്റ്സിൽ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് കണ്ടീഷൻ, ദി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ കമ്പനി ഓഫ് ദി കമ്പനി ഓതറൈസ് ദി ഇഷ്യൂ ഓഫ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ്. കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ടാവണം, അതിനകത്ത് അത് ഓതറൈസ് ചെയ്തിട്ടുണ്ടാവണം. സെക്കൻഡ് വൺ, ദി ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് ഓതറൈസ്ഡ് ബൈ എനി ഓർഡിനറി റെസൊല്യൂഷൻ പാസ്ഡ് അറ്റ് ദി ജനറൽ മീറ്റിംഗ് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിന് ജനറൽ മീറ്റിംഗിൽ ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള ഓതറൈസേഷന് വേണ്ടിയിട്ട് ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കണം. ലിസ്റ്റഡ് കമ്പനി ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ പബ്ലിക്കിലോട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്തതാണെന്നുണ്ടെങ്കിൽ അവർ പോസ്റ്റൽ ബാലറ്റ് വഴി അവർ ഷെയർ ഹോൾഡേഴ്സിൻ്റെ അപ്രൂവലും വാങ്ങിക്കണം. Then see, the shares with differential rights shall not exceed 26% of the total post-issue paid up equity share capital, including equity shares with differential rights issued at any point of time. അതായത് ഒരു കമ്പനിയുടെ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 26%-നേക്കാട്ടിൽ കൂടുതലാവാൻ പാടില്ല ഡിഫറൻഷ്യൽ റൈറ്റ്സിൽ ഇറക്കുന്ന ഷെയർസിന്. ഇതിന് മുമ്പ് ഷെയർസ് വിത്ത് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഇറക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ ഈ 26%-ൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. നെക്സ്റ്റ് വൺ, കൺസിസ്റ്റന്റ് ട്രാക്ക് റെക്കോർഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്സ് ഫോർ ദി ലാസ്റ്റ് 3 ഇയേഴ്സ്. ലാസ്റ്റ് 3 വർഷമായിട്ട് പ്രോഫിറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രോഫിറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും ഉണ്ടാവണം, എന്നാലേ ഡിഫറൻഷ്യൽ റൈറ്റ്സിൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ദ നോട്ട് ഡിഫോൾട്ടഡ് ഇൻ ഫയലിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് ആനുവൽ റിട്ടേൺസ് ഫോർ 3 ഫിനാൻഷ്യൽ ഇയേഴ്സ്. ലാസ്റ്റുള്ള അവസാന 3 ഫിനാൻഷ്യൽ ഇയറിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഫയൽ ചെയ്യാനായിട്ട് ഒരു ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടാകാൻ പാടില്ല. നോ സബ്മിറ്റിംഗ് ഡിഫോൾട്ട് ഇൻ ദി പേയ്മെൻറ്റ് ഓഫ് ഡിക്ലെയർഡ് ഡിവിഡൻഡ്. ഒരു ഡിക്ലെയർഡ് ഡിവിഡൻഡോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിനുള്ള റീപേയ്മെൻറ്റോ ഷെയർസ് റിഡംഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ റിഡംഷനോ, അതേപോലെ ഡിബെഞ്ചേഴ്സ് റിഡംഷൻ ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെ റിഡംഷനോ, എന്തിൻ്റെങ്കിലും ഡെപ്പോസിറ്റിൻ്റെ ഡിബെഞ്ചേഴ്സിൻ്റെ എന്തിൻ്റെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുണ്ടെങ്കിൽ ആ പേയ്മെൻറ്റുകൾക്ക് ഒന്നിനും ഒരു ഡിഫോൾട്ടും വരുത്തിയിട്ടുണ്ടാകാൻ പാടില്ല. അടുത്തത്, ദി കമ്പനി ഹാസ് നോട്ട് ഡിഫോൾട്ടഡ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ദി ഡിവിഡൻഡ് ഓൺ പ്രിഫറൻസ് ഷെയർസ്, റീപേയ്മെൻറ്റ് ഓഫ് എനി ടേം ലോൺ, എന്തെങ്കിലും ടേം ലോൺ ഫിനാൻഷ്യൽ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ സ്റ്റേറ്റ് ലെവൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ ഷെഡ്യൂൾഡ് ബാങ്കിനോ അവരുടെ റീപേയ്മെൻറ്റ്, എന്തിൻ്റെങ്കിലും ടേം ലോണിൻ്റെ എന്തിൻ്റെങ്കിലും റീപേയ്മെൻറ്റോ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പേ ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ, പിന്നെ അതേമാതിരി എംപ്ലോയീസിന് വേണ്ടിയിട്ട് സ്റ്റാറ്റ്യൂട്ടറി പേയ്മെൻറ്റ് ഉണ്ട്, അതേമാതിരി എന്തെങ്കിലും പ്രത്യേകം ഒരു ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ട് ടു ദി സെൻട്രൽ ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള എമൗണ്ട് കൊടുക്കാതിരിക്കുക, ഇങ്ങനത്തെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. എക്സ്പയറി 5 years ഫ്രം ദ എൻഡ് ഓഫ് ഫിനാൻഷ്യൽ വിത്ത് സച്ച് ഡിഫോൾട്ട് ആസ് മേ. ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും 5 years കഴിഞ്ഞിട്ട് 5 yearsനുള്ളിൽ അങ്ങനത്തെ എന്തെങ്കിലും ഡിഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ 5 years കഴിഞ്ഞിട്ട് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. ആഫ്റ്റർ 5 years ഫ്രം ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ, അതായത് ഇതിനകത്താണോ ഏത് വർഷമാണോ ഈ പറഞ്ഞിട്ടുള്ള ഇതിനകത്ത് ഏതെങ്കിലും ഡിഫോൾട്ട് വരുത്തിയിട്ടുള്ളത് അതിന് ശേഷം 5 years കഴിഞ്ഞിട്ട്. Then the company has not been penalized by the court tribunal during the last 3 years. ലാസ്റ്റ് 3 years ആയിട്ട് എന്തെങ്കിലും കോർട്ടോ ട്രിബ്യൂണലോ എന്തിനേലും വേണ്ടിയിട്ട് ഫൈൻ കൊടുത്തിട്ടുണ്ടെങ്കിലും ഡിഫറൻഷ്യൽ റൈറ്റ്സിലുള്ള ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. The company shall not convert its existing equity share capital with voting rights into equity share capital carrying differential voting rights and vice versa. അതായത് ഓൾറെഡി ഉള്ള ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഷെയർ ക്യാപിറ്റൽ നമുക്ക് ഡിഫറൻഷ്യൽ റൈറ്റ്സ് ഉള്ള ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഇക്വിറ്റി ഷെയർസ്. അടുത്തത് പ്രിഫറൻസ് ഷെയർസ്. പ്രിഫറൻസ് ഷെയർസ് ആർ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മീൻസ് ദാറ്റ് പാർട്ട് ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് ദി കമ്പനി വിച്ച് ഫുൾഫിൽസ് ദി ഫോളോയിങ് കണ്ടീഷൻസ്. ഈ 2 കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ ഒരു ഷെയറിനെ നമ്മൾ പ്രിഫറൻസ് ഷെയർ ആയിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഫസ്റ്റ് വൺ, ഡ്യൂറിങ് ദി ലൈഫ് ഓഫ് ദി കമ്പനി ഇറ്റ് മസ്റ്റ് ബി അഷ്യൂർഡ് ഓഫ് എ പ്രിഫറൻഷ്യൽ റൈറ്റ്. ആ പ്രിഫറൻഷ്യൽ ഷെയറിൻ്റെ ഫുൾ ലൈഫിൽ 2 കാര്യങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടാവണം.
എന്താണ് ഫിക്സഡ് എമൗണ്ട്. പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് എപ്പോഴും ഫിക്സഡ് എമൗണ്ട് ആയിട്ട് കിട്ടും. ബിഫോർ എനിത്തിങ് എൽസ് ഇസ് പെയ്ഡ് ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും പേയ്മെൻറ്റ് നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ഫിക്സഡ് എമൗണ്ട് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡറിന് പ്രിഫറൻഷ്യൽ ഡിവിഡൻഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവണം. അതേമാതിരി സെക്കൻഡ് വൺ വൈൻഡിങ് അപ്പ്. കമ്പനി വൈൻഡ് അപ്പ് ചെയ്യുന്ന സമയത്ത് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിന് വേണം ആദ്യമായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. ആദ്യമായിട്ട് ഇൻ ദ സെൻസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടിലും മുമ്പ് പ്രിഫറൻഷ്യൽ ഷെയർ ഹോൾഡേഴ്സിനാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അതിന് ശേഷമാണ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് പേയ്മെൻറ്റ് ചെയ്യാം. ദെൻ റൂൾസ് റിലേറ്റിംഗ് ടു ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് പ്രിഫറൻഷ്യൽ ഷെയർസ്. റൂൾ 9 ഓഫ് ദി കമ്പനീസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബെഞ്ചേഴ്സ് റൂൾസ് 2014 ഇന്റർ അലിയ പ്രൊവൈഡ്. ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ റിഡംഷൻ്റെ റൂൾസാണ്. ഫസ്റ്റ് വൺ, ഓൺലി ഇഫ് ഇറ്റ്സ് ഓതറൈസ്ഡ് ബൈ ഇറ്റ്സ് ആർട്ടിക്കിൾസ്. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓതറൈസ് ചെയ്താൽ മാത്രമേ അത് ചെയ്യാനായിട്ട് പാടുള്ളൂ. അതായത് പ്രിഫറൻഷ്യൽ ഷെയർസ് ഇഷ്യൂ ചെയ്യാനോ റിഡംഷൻ ചെയ്യാനോ പറ്റുള്ളൂ. സെക്കൻഡ് വൺ, റെസൊല്യൂഷൻ ഹാസ് സ്പെഷ്യൽ റെസൊല്യൂഷൻ ഇൻ ദി ജനറൽ മീറ്റിംഗ് ഓഫ് ദി കമ്പനി മസ്റ്റ് ഹാവ് ബീൻ പാസ്ഡ് ഓതറൈസിംഗ് ദി ഇഷ്യൂ. അങ്ങനെ ഒരു പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടാവണം. തേർഡ് വൺ, മസ്റ്റ് നോട്ട് ഹാവ് എനി സബ്സിസ്റ്റിംഗ് ഡിഫോൾട്ട് ഇൻ ദി റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഇതിന് മുമ്പ് ഇറക്കിയിട്ടുള്ള ഇഷ്യൂ ചെയ്തിട്ടുള്ള പ്രിഫറൻസ് ഷെയർസിന് റിഡീം ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് തെറ്റ് വരുത്തിയിട്ടൊന്നും ഉണ്ടാവാൻ പാടില്ല. അതേമാതിരി പേയ്മെൻറ്റ് കമ്പനിയുടെ ഡിവിഡൻഡ് പേയ്മെൻറ്റിനും ഇതേമാതിരി ഡിഫോൾട്ടൊന്നും വരുത്തിയിട്ടുണ്ടാവാൻ പാടില്ല. Fourth one, the register of members maintained under section 88 must contain the particulars in respect of such preference shareholders. മെമ്പേഴ്സിൻ്റെ രജിസ്റ്ററിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരും പെർട്ടിക്കുലേഴ്സും എല്ലാം ഉണ്ടായിട്ടുണ്ടാവണം അണ്ടർ സെക്ഷൻ 88. Then fifth one, a company intending to list its preference shares on a recognized stock exchange shall issue such shares in accordance with the regulations made by SEBI. SEBI പറഞ്ഞിട്ടുള്ള റെഗുലേഷൻസ് ഫോളോ ചെയ്തിട്ട് വേണം പ്രിഫറൻസ് ഷെയർസ് റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യാനായിട്ട്. Then sixth one, a company may redeem its preference shares only on the terms on which they were issued or as varied after due approval of preference shareholders under section 48 of the Act. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർസ് എങ്ങനെയാണ് റിഡീം ചെയ്യേണ്ടതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ വേണം റിഡീം ചെയ്യാനായിട്ട്. എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്രൂവൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കണം. The preference shares may be redeemed at a fixed rate or on the happening of a particular event. പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാം ഫിക്സഡ് ടൈമിലോ ഫിക്സഡ് ടൈമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ഇവൻറ്റ് ഇന്ന കാര്യം സംഭവിച്ചു കഴിഞ്ഞാൽ പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ റിഡീം ചെയ്യാം. പിന്നെ എനി ടൈം അറ്റ് ദി കമ്പനീസ് ഓപ്ഷൻ, കമ്പനിക്ക് എപ്പോഴാണോ റിഡീം ചെയ്യുന്നത് തോന്നുന്നത് അപ്പോൾ, അല്ലെങ്കിൽ എനി ടൈം അറ്റ് ദി ഷെയർ ഹോൾഡേഴ്സ് ഒപ്പീനിയൻ, ഷെയർ ഹോൾഡേഴ്സിന് റിഡീം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ റിഡീം ചെയ്യാം. അടുത്തത് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്. ഫസ്റ്റ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർസ്. പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയുടെ പ്രോഫിറ്റിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതായത് ആദ്യം ഒരു പ്രിഫറൻസ് ഷെയർസ് ഫിക്സഡ് ഡിവിഡൻഡ് ആണെന്ന് പറഞ്ഞു. ആ ഡിവിഡൻഡ് അല്ലാതെ ഒരു വർഷം കമ്പനിക്ക് ഷെയർ പ്രോഫിറ്റ് കൂടുതലാണെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് അതിൻ്റെ ഒരു പെർസെൻറ്റേജും കൂടെ, അതായത് എത്ര കൂടുതലാണോ അതിനനുസരിച്ചുള്ള പെർസെൻറ്റേജ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എന്തിനു കിട്ടും, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും കൂടെ ഡിവിഡൻഡായിട്ട് കിട്ടും. അതാണ് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുന്നത്. നോട്ട് പാർട്ടിസിപ്പേറ്റിംഗ് പ്രിഫറൻസ് ഷെയർസ് ആകുമ്പം പ്രോഫിറ്റ് കൂടിയതുകൊണ്ട് അവരുടെ ഡിവിഡൻഡ് റേറ്റ്സിന് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, ആ ഫിക്സഡ് എമൗണ്ട് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകും. അതാണ് പാർട്ടിസിപ്പേറ്റിംഗ് ആൻഡ് നോൺ പാർട്ടിസിപ്പേറ്റിംഗ് ഷെയർസ്. അടുത്തത് ക്യുമുലേറ്റീവ് ആൻഡ് നോൺ ക്യുമുലേറ്റീവ് ഷെയർസ്. ഇപ്പോൾ നമുക്ക് പ്രിഫറൻസ് ഷെയർസിന് നോൺ ക്യുമുലേറ്റീവ് ഷെയർസ് ഇഷ്യൂ ചെയ്യാറില്ല, ക്യുമുലേറ്റീവ് ഷെയർസ് തന്നെയാണ് ഇഷ്യൂ ചെയ്യാറ്. അപ്പോൾ ക്യുമുലേറ്റീവ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വർഷം ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് പ്രോപ്പറായിട്ട് ഉണ്ടായില്ല, അപ്പോൾ അവർക്ക് ഡിവിഡൻഡ് കൊടുക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ഡിവിഡൻഡ് കൂടെ നെക്സ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ എന്നാണോ പിന്നെ ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഉണ്ടാകുന്നത് അന്ന് ആ വർഷത്തേതും അതിന് മുമ്പ് ഡിഫോൾട്ട് ചെയ്തിട്ടുള്ള ഏതൊക്കെ വർഷമാണോ ഡിവിഡൻഡ് കൊടുക്കാതിരുന്നത് ആ വർഷത്തെ ഡിവിഡൻഡും കൂടെ കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ 2022 ഡിവിഡൻഡ് കൊടുക്കാനുള്ള പ്രോഫിറ്റ് ഇല്ല, 2023 പ്രോഫിറ്റ് ഇല്ല, പക്ഷേ 2024 പ്രോഫിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 2022 ഡിവിഡൻഡും 2023 ഡിവിഡൻഡും കൂടെ 2024 കൊടുക്കാം. അതാണ് ക്യുമുലേറ്റീവ് ഷെയർസ് എന്ന് പറയുന്നത്. നോൺ ക്യുമുലേറ്റീവ് ഷെയർസ് ആകുമ്പോൾ ഒരു വർഷം കമ്പനിയിൽ പ്രോഫിറ്റ് ഇല്ല, ഡിവിഡൻഡ് കൊടുക്കാന്നുണ്ടെങ്കിൽ ആ വർഷം ഡിവിഡൻഡ് കൊടുക്കില്ല, നെക്സ്റ്റ് വർഷത്തെ ഡിവിഡൻഡ് മാത്രമേ കൊടുക്കുള്ളൂ. അതായത് അതിന് മുമ്പത്തെ വർഷത്തെ
കൊടുക്കാതിരുന്ന ഡിവിഡൻഡ് ഈ വർഷം കൊടുക്കില്ല. അതാണ് നോൺ കുമുലേറ്റീവ് ഷെയർസ് എന്ന് പറയുന്നത്. അടുത്തത് റെഡീമബിൾ ആൻഡ് ഇറെഡീമബിൾ ഷെയർസ്. സെക്ഷൻ 55. ഇറെഡീമബിൾ ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിറ്റ് ഇല്ല. നോ കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ക്യാൻ ഇഷ്യൂ എനി പ്രിഫറൻസ് ഷെയർസ് വിച്ച് ആർ ഇറെഡീമബിൾ. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ഇറെഡീമബിൾ ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള ഇറെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിറ്റ് ഇല്ല. Any company limited by shares may, if so authorized by its article, issue preference shares which are liable to be redeemed within a period not exceeding 20 years from the date of their issue. കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ് ആണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓതറൈസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് 20 ഇയേഴ്സിനുള്ളിൽ റെഡീം ചെയ്യാൻ പറ്റുന്ന പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. അത് 20 ഇയേഴ്സ് എന്നുള്ളത് അപ് ടു 30 ഇയേഴ്സ് വരെ എക്സീഡ് ചെയ്യാം. അത് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിന് വേണ്ടിയിട്ടുള്ള കമ്പനിയാണ്. അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസാണ്, പ്രൊജക്റ്റിന് വേണ്ടിയിട്ടുള്ള കമ്പനിയാണെന്നുണ്ടെങ്കിൽ അത് 30 ഇയേഴ്സ് വരെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതായത് മറ്റേത് 20 ഇയേഴ്സ് വരെ 20 ഇയേഴ്സിനുള്ളിൽ റെഡീം ചെയ്യണം. ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ 30 ഇയേഴ്സിൻ്റെ ആകുമ്പോഴത്തേനും റെഡീം ചെയ്താൽ മതിയാവും. പക്ഷേ അങ്ങനെ ആകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് 10% പ്രിഫറൻസ് ഷെയർസിൻ്റെ അറ്റ്ലീസ്റ്റ് 10% എങ്കിലും 20 ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 21st ഇയർ മുതൽ ഓരോ വർഷം 10% പ്രിഫറൻസ് ഷെയർസിൻ്റെ 10% റെഡീം ചെയ്തിട്ടുണ്ടാവണം. Then, where a company is not in a position to redeem any preference shares or to pay dividend, if any, on such shares in accordance with the term of issue, it may, with the consent of the holders of 3/4 in value of such preference shares, and with the approval of the tribunal on a petition made by it in his behalf, issue further redeemable preference shares equal to the amount due, including the dividend thereon in respect of the unredeemable പ്രിഫറൻസ് ഷെയർസ്. ഇപ്പോൾ ഒരു കമ്പനിക്ക് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, പക്ഷേ ആ കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യാനുള്ള പൈസ അവർക്കില്ല, അവർക്ക് ഡിവിഡൻഡ് പേ ചെയ്യാനുള്ള ക്യാഷും അവരുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രിഫറൻസ് ഷെയർസിന് പകരം പുതിയൊരു റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയും. അത് എത്ര രൂപയാണോ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കേണ്ടത് അതിൻ്റെ വാല്യൂവിനും പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂവിനും കൂടെ കൂടിയിട്ട് പുതിയ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ അതിന് ട്രിബ്യൂണലിന് മുമ്പാകെ കമ്പനി ഒരു പെറ്റീഷൻ കൊടുക്കണം. ഞങ്ങൾക്ക് ഇങ്ങനെ ഡിവിഡൻഡ് കൊടുക്കാനും ഷെയർസ് റെഡീം ചെയ്യാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയിലല്ല എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ട്രിബ്യൂണൽ അപ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാം. ഓൺ ദി ഇഷ്യൂ ഓഫ് സച്ച് ഫർദർ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് ദി അൺറെഡീം പ്രിഫറൻസ് ഷെയർസ് ഷാൽ ബി ഡീംഡ് ടു ഹാവ് ബീൻ റെഡീം. അങ്ങനെ പുതിയ പ്രിഫറൻസ് ഷെയർസ് റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ റിഡീംഡ് ആയിട്ടുള്ള പ്രിഫറൻസ് ഷെയർസ് റെഡീം ആയിട്ടുണ്ട് എന്നാണ് കൺസിഡർ ചെയ്യുക. ഇപ്പം ആർക്കെങ്കിലും ഇപ്പോൾ റെഡീമബിൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഹോൾഡേഴ്സിന് ആർക്കെങ്കിലും അതിന് താല്പര്യം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എത്ര രൂപയാണോ എത്ര രൂപയാണോ റെഡീം ചെയ്യേണ്ടത് അവർക്കത് കമ്പനി റെഡീം ചെയ്ത് കൊടുക്കണം. ഇറ്റ് മേ ബി ഫർദർ നോട്ട് ദാറ്റ് നോട്ടീസ് ഓഫ് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ മസ്റ്റ് ബി സെൻഡ് ടു ദി രജിസ്റ്റർ അണ്ടർ സെക്ഷൻ 64 ഓഫ് ദി ആക്ട് വിത്തിൻ 30 days. അങ്ങനെ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസിൻ്റെ റെഡീംഷൻ്റെ കാര്യം രജിസ്ട്രാറിന് ഫയൽ ചെയ്തിട്ടുണ്ടാവണം. സെക്ഷൻ 64 പ്രകാരം വിത്തിൻ 30 days അങ്ങനെ റെഡീം ചെയ്തതിന് വിത്തിൻ 30 daysനുള്ളിൽ അത് അറിയിച്ചിട്ടുണ്ടാവണം. Then conditions for issue of redeemable preference shares. Redeemable preference shares issue ചെയ്യാനുള്ള കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, നോ സച്ച് ഷെയർ ഷാൽ ബി redeemed except out of the profits of the company which would otherwise be available for dividend or out of the proceeds of fresh issue of shares made for the purpose of such dividends. കമ്പനിക്ക് അതിനായിട്ടുള്ള പ്രോപ്പർ പ്രോഫിറ്റ് ഉണ്ട്, ഡിവിഡൻഡ് കൊടുക്കാനും അതേമാതിരി ഷെയർസ് റിഡീം ചെയ്യാനും ഉള്ള പ്രോഫിറ്റ് ഉണ്ട്. അതുപോലെ അല്ലെങ്കിൽ ഷെയർസ് പുതിയ ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, റിഡംഷന് വേണ്ടിയിട്ടുള്ള ഫ്രഷ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് സാധിക്കും. നോ സച്ച് ഷെയർ ഷാൽ ബി റിഡീം അൺലെസ് ദേ ആർ ഫുള്ളി പെയ്ഡ് അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യാനായിട്ട് പാടില്ല. Where such shares are proposed to be redeemed out of the profits of the company, there shall out of such profits be transferred a sum equal to the normal amount of the shares to be redeemed or a reserve to be called the capital redemption reserve account. ഇപ്പം പ്രോഫിറ്റ്സിനാണ് കമ്പനി ഷെയർസ് റിഡീം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ഒരു ഈക്വൽ എമൗണ്ട്
എന്താണ് നോമിനൽ എമൗണ്ട് ആയിട്ട് എല്ലാ വർഷവും റിസർവ് ആയിട്ട് മാറ്റി വെക്കണം ഷെയർ റിഡംഷന് വേണ്ടിയിട്ട്. ആ അക്കൗണ്ടിൻ്റെ പേരാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. അപ്പോൾ എല്ലാ വർഷത്തെ പ്രോഫിറ്റും കുറച്ച് പോർഷൻ നീക്കി വെക്കും റിഡംഷന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. Then capital redemption reserve account may be applied by the company in paying up unissued shares of the company to be issued to members of the company as fully paid bonus shares. ഈ അക്കൗണ്ടിലുള്ള ക്യാഷ് മെമ്പേഴ്സിന് വേണമെങ്കിൽ ബോണസ് ഷെയർസ് ആയിട്ട് ഫുള്ളി പെയ്ഡ് ഷെയർസ് ആയിട്ട് ബോണസ് ഷെയറിൻ്റെ മാതിരി ഇഷ്യൂ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. The premium, if any, payable on redemption shall be provided for out of the profits of the company before the shares are redeemed. പ്രീമിയം എന്തെങ്കിലും കൊടുക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ റിഡീം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പ്രോഫിറ്റിൻ്റെ പോർഷനിൽ നിന്ന് അത് പേ ചെയ്തിട്ടുണ്ടാവണം. The issue of further redeemable preference shares or the redemption of preference shares shall not be deemed to be an increase or, as the case may be, a reduction in the share capital of the company. ഒരു ഫർദർ redeemable preference shares ഇഷ്യൂ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റിഡീം ചെയ്യുകയാണെങ്കിലോ ഷെയർ ക്യാപിറ്റൽ കമ്പനിയുടെ ഷെയർ ക്യാപിറ്റലിനകത്ത് വേരിയേഷൻസ് ഒന്നും വരാനായിട്ട് പാടില്ല. റിഡക്ഷൻ ഉണ്ടാവാനായിട്ട് പാടില്ല. Redeem its preference. A company may redeem its preference shares only on the terms on which they were issued or as varied after due approval of the preference shareholders under Section 48. Section 48 പ്രകാരം കമ്പനിയുടെ പ്രിഫറൻസ് ഷെയർസ് എന്തൊക്കെ ടേംസ് ആൻഡ് കണ്ടീഷൻസിലാണോ ഇഷ്യൂ ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണോ റിഡംഷനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതിനനുസരിച്ചിട്ട് തന്നെ വേണം റിഡീം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് പ്രിഫറൻസ് ഷെയർസിൻ്റെ അപ്രൂവലോട് കൂടി തന്നെ വേണം അതിനകത്ത് വേരിയേഷൻസ് വരുത്താനായിട്ട്. The preference shares may be redeemed at a fixed rate or the happening of a particular event anytime at the company's opinion option or at any time at the shareholders option. അത് ഇക്വിറ്റി ഷെയർസിൻ്റെ അതേപോലെ തന്നെ സിമിലർ ആണ്. അടുത്തത് ഡിഫറൻസ് ബിറ്റ്വീൻ പ്രിഫറൻസ് ഷെയർസ് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. ഫസ്റ്റ് വൺ, preference shares are entitled to a fixed rate or amount of dividend. പ്രിഫറൻസ് ഷെയർസിന് ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് ഡിവിഡൻ്റ് ആയിട്ട് പേ ചെയ്യുക. പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാകുമ്പം അവർക്ക് അങ്ങനെ ഫിക്സഡ് റേറ്റ് ഒന്നുമില്ല. എത്രയാണോ നെറ്റ് പ്രോഫിറ്റ് ഡിവിഡൻ്റ് ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ടാണ് പേ ചെയ്യുക. സെക്കൻഡ്, ഡിവിഡൻഡ് ഓൺ ദി പ്രിഫറൻസ് ഷെയർ ഈസ് പെയ്ഡ് ഇൻ പ്രിഫറൻസ് ടു ദി ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. ഡിവിഡൻഡ് പേയ്മെൻറ്റിന് ഇക്വിറ്റി ഷെയർസിനേക്കാളും പ്രിഫറൻസ് കൂടുതൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിനാണ് ഫസ്റ്റ് ഡിവിഡൻഡ് പേ ചെയ്യുക. അതേമാതിരി വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് പ്രിഫറൻസ് ഷെയർസ് ഹോൾഡേഴ്സിനാണ് പ്രിഫറൻസ് കൂടുതൽ. അവർക്കായിരിക്കും ആദ്യം ക്യാപിറ്റൽ റീപേ ചെയ്യുക ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനെക്കാട്ടിലും മുമ്പായിട്ട്. ദെൻ ഫോർത്ത്, പ്രിഫറൻസ് ഷെയർസ് ആർ ക്യുമുലേറ്റീവ്. ഇക്വിറ്റി ഷെയർസിനകത്ത് ക്യുമുലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല, പ്രിഫറൻസ് ഷെയർസിന് മാത്രമേ അതുള്ളൂ. ദെൻ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് റെഡീമബിൾ ആണ്, പക്ഷേ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് അങ്ങനെ റിഡീം ചെയ്യുന്ന ഓപ്ഷൻ ഇല്ല, അത് റിഡീം ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ വോട്ടിംഗ് റൈറ്റ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ്സ് ഇല്ല, റെസ്ട്രിക്റ്റഡ് ആണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനാണ് എല്ലാ കാര്യത്തിനകത്തും വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് പ്രിഫറൻസ് ഷെയറുമായിട്ട് റിലേറ്റഡ് ഉള്ള കാര്യങ്ങൾക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളൂ. എ കമ്പനി മേ ഇഷ്യൂ റൈറ്റ്സ് ഷെയർസ് ടു ദി കമ്പനീസ് എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. കമ്പനി റൈറ്റ്സ് ഇഷ്യൂ നടത്തും, എക്സിസ്റ്റിംഗ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് മാത്രമേ റൈറ്റ്സ് ഇഷ്യൂ നടത്തുള്ളൂ. പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് ആ ബെനിഫിറ്റ് ഇല്ല. Then sweat equity shares. Sweat equity shares means such equity shares as are issued by a company to its director or employees at a discount or for consideration other than cash for providing their know-how or making available rights in the nature of intellectual property rights or value additions by whatever name called section 2 subsection 88. അതായത് ഒരു കമ്പനിയിൽ വളരെ നല്ല, അതായത് നമ്മൾ കീ പേഴ്സണൽ എന്നൊക്കെ പറയും, കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്ന, കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെ ഒരു കമ്പനിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഡയറക്ടർ, കുറേ നല്ല എംപ്ലോയീസ് ഉണ്ടാവും. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതാണ് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ്. അവർക്ക് ഇഷ്യൂ ഒരു ബോണസ് എന്നുള്ള രീതിയിൽ അവരുടെ സർവീസസിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ റിട്ടേൺ ഉള്ള പോലെ തന്നെ നമ്മൾ ബോണസ് മാതിരിയൊക്കെ ഇഷ്യൂ ചെയ്യുന്നതാണ് നമ്മൾ സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്ന് പറയാം. ഇതിന് എംപ്ലോയി എന്ന് പറയുമ്പം അവിടുത്തെ പെർമനൻ്റ് എംപ്ലോയി ആണ്, മിനിമം ഒരു 1 year എങ്കിലും ആ കമ്പനിയിലോ അല്ലെങ്കിൽ അതിൻ്റെ സബ്സിഡറി കമ്പനിയിലോ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവണം. ഡയറക്ടർ ഓഫ് ദി കമ്പനി മേ ഇൻക്ലൂഡ്സ് എ വോൾ ടൈം ഡയറക്ടർ ആസ് വെൽ ആസ് അതർ ഡയറക്ടർ ഓഫ് ദി കമ്പനി ആസ് വെൽ ആസ് ഇറ്റ്സ് സബ്സിഡറി ഹോൾഡിംഗ് കമ്പനി ഇൻ ഇന്ത്യ ഓർ ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യയിലോ അല്ലെങ്കിൽ അതിൻ്റെ പുറത്തോ സബ്സിഡറി ആയിട്ടോ അല്ലെങ്കിൽ ഹോൾഡിംഗ് കമ്പനിയിലോ
ഫുൾ ടൈം അല്ലെങ്കിൽ ഫുൾ ടൈം ഉള്ള ഡയറക്ടേഴ്സിനാണ് മാത്രമേ നമ്മൾ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുകയുള്ളൂ. എ കമ്പനി ക്യാൻ ഇഷ്യൂ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഓൺലി ഓഫ് എ ക്ലാസ് ഓഫ് ഷെയർസ് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഇക്വിറ്റി ഷെയറിൻ്റെ മോഡലുള്ള ഷെയർസ് മാത്രമേ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. അല്ലാതെ പുതിയ വേറെ ക്ലാസ് ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. സെക്ഷൻ 54 പ്രകാരം. അതാണ് ഫസ്റ്റ് വൺ. ദി ഇഷ്യൂ ഈസ് ഓതറൈസ്ഡ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദി കമ്പനി. ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സായിട്ടുണ്ടാവണം. എന്തിനു വേണ്ടിയിട്ട്? സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. It should be valid for making the allotment within a period of not more than 12 months from the date of passing the special resolution. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി വിത്തിൻ 12 monthസിനുള്ളിൽ തന്നെ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തിട്ട് അലോട്ട് ചെയ്തിട്ടുണ്ടാവണം. ലിസ്റ്റഡ് കമ്പനിയാണെന്നുണ്ടെങ്കിൽ സെബീൻ്റെ റെഗുലേഷൻസ് പ്രകാരമാണ് സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടത്. അൺലിസ്റ്റഡ് കമ്പനിയാണെങ്കിൽ അവർ എന്താണോ അവരുടെ പേഴ്സണൽ അവരുടെ ഇൻറ്റേർണൽ റെഗുലേഷൻസ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട്. ദെൻ സെക്കൻഡ് വൺ, ഷാൽ നോട്ട് ഇഷ്യൂ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഫോർ മോർ ദാൻ 50% ഓഫ് ദ എക്സിസ്റ്റിംഗ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഇൻ എ ഇയർ ഷെയർസ് ഓഫ് ദി ഇഷ്യൂ വാല്യൂ ഓഫ് ₹5 crores വിച്ച് ഈസ് ഹയർ. 5 crore rupeesോ അല്ലെങ്കിൽ പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ 15%ഓ ഇതിൽ കൂടാൻ പാടില്ല സെറ്റ് ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യാനായിട്ട്. In no case the issuance of set equity shares in the company can exceed 25% of the paid up equity capital of the company at any time. ഇതൊരു ഇയർത്തെ കാര്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനിയിപ്പം അറ്റ് എനി ടൈം ഏത് കമ്പനിയുടെ എപ്പോഴാണെങ്കിലും 25% കൂടുതൽ കൂടാനായിട്ട് പാടില്ല. ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ പെയ്ഡ് അപ്പ് എമൗണ്ടിൻ്റെ 25% കൂടാൻ പാടില്ല സെറ്റ് ഇക്വിറ്റി ഷെയർസിൻ്റെ എമൗണ്ട്. ദെൻ സെറ്റ് ഇക്വിറ്റി ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇഷ്യൂ ചെയ്തിട്ട് 3 yearsന് ഉള്ളിൽ വേറെ ആർക്കും ട്രാൻസ്ഫർ ചെയ്യാനൊന്നും പാടില്ല. സെറ്റ് ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ ഫിക്സ് ചെയ്യുന്നത് രജിസ്റ്റേർഡ് വാല്യൂവറാണ്. അതായത് ഓരോ ആൾക്കാർക്കും എത്രത്തോളം വാല്യൂവിലാണ് നമ്മൾ കൊടുക്കേണ്ടതെന്നൊക്കെ ഫിക്സ് ചെയ്യേണ്ടത് രജിസ്റ്റേർഡ് വാല്യൂവിലാണ്. ആ ഷെയറിൻ്റെ ഫെയർ പ്രൈസും ഒക്കെ വാല്യൂ ചെയ്യുന്നത് രജിസ്റ്റേർഡ് വാല്യൂവർ ആയിരിക്കും. ദി വാല്യൂഷൻ ഓഫ് ദി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഓഫ് നോ ഹൗ, അതേമാതിരി ഓരോ എംപ്ലോയീൻ്റെ വാല്യൂ എത്രത്തോളം വാല്യൂ ഉണ്ട്, ഓരോ ഡയറക്ടേഴ്സിന് എത്രത്തോളം വാല്യൂ ഉണ്ട്, അതിനനുസരിച്ചുള്ള വാല്യൂ ഓഫ് ഇക്വിറ്റി സെറ്റ് ഇക്വിറ്റി ഷെയർസ് മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് രജിസ്റ്റേർഡ് ആയിട്ടുള്ള വാല്യൂവേഴ്സ് ഉണ്ടാവും. ഓൾറെഡി ഉള്ള ഇക്വിറ്റി ഷെയർസിൻ്റെ അതേ റൈറ്റ്സും ലിമിറ്റേഷൻസും റെസ്ട്രിക്ഷൻസും ഒക്കെ തന്നെ ആയിരിക്കും സെറ്റ് ഇക്വിറ്റി ഷെയർസിൽ ഉണ്ടാവുക. അടുത്തത് സ്റ്റോക്ക്. മീനിങ് ഓഫ് സ്റ്റോക്ക്. സ്റ്റോക്ക് ഈസ് ദി അഗ്രിഗേറ്റ് കൺസോളിഡേറ്റഡ് ഹോൾഡിംഗ് ഓഫ് ദി ഷെയർ ക്യാപിറ്റൽ ഓഫ് എ പേഴ്സൺ. ഒരു ആൾക്ക് പല പല ഷെയർ ക്യാപിറ്റൽസ് ഉണ്ടാവും ഒരു ഹോൾഡിങ്ങിൻ്റെ. അതിൻ്റെ ഒരു കൺസോളിഡേറ്റഡ് ഫോമിനെയാണ് സ്റ്റോക്ക് എന്ന് പറയാം. സ്റ്റോക്ക് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ആൻഡ് നോട്ട് ആസ് മെനി ഷെയർസ്. ഷെയർസിന് നമ്മൾ എണ്ണത്തിലാണ് പറയാം, പക്ഷേ സ്റ്റോക്കിന് നമ്മൾ എമൗണ്ട് എത്ര മണി ടേംസിലാണ് നമ്മൾ ഇത്ര എമൗണ്ട് ഓഫ് സ്റ്റോക്ക് എന്നാണ് പറയാം. ഷെയർസിന് നമ്മൾ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് എന്നാണ് പറയാം. സ്റ്റോക്ക് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു ഫ്രാക്ഷൻസ് ഓഫ് എനി എമൗണ്ട് വിത്തൗട്ട് റിഗാർഡ് ടു ദി ഒറിജിനൽ ഫേസ് വാല്യൂ ഓഫ് ദി ഷെയർ. ഷെയറിന് നമ്മൾ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് ഇത്ര വാല്യൂ പെർ ഷെയർ എന്നാണ് നമ്മൾ പറയുക. പക്ഷേ സ്റ്റോക്കിന് നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ടിനനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് കഴിയും. ദി മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദ സ്റ്റോക്ക് ഇസ് ദാറ്റ് ദി ഷെയർ ഹോൾഡർ ക്യാൻ ട്രാൻസ്ഫർ എനി പോർഷൻ ഓഫ് ഇറ്റ് ആസ് ഹി ലൈക്സ്. നമ്മളിപ്പോൾ ഒരു ഷെയർസ് ആകുമ്പം ഇത്ര നമ്പർ ഓഫ് ഷെയർസ്, ഇപ്പോൾ 2 ഷെയർ നമുക്കൊരാൾക്ക് കൊടുക്കണം എന്ന് വിചാരിക്കാം. അതിപ്പോൾ ഒരേ വാല്യൂ ഉണ്ട്. ഇപ്പോൾ 100 rupees പെർ ഷെയർ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ 100 rupees പെർ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ 200 ഷെയർസ്, അങ്ങനെ 100ന് മൾട്ടിപ്പിൾ ആയിട്ട് മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. പക്ഷേ സ്റ്റോക്ക് ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള എമൗണ്ട് ഇപ്പോൾ 105 വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം, 102 വേണമെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും സ്റ്റോക്ക് ആണെങ്കിൽ. കമ്പനി ഇഫ് ഓതറൈസ്ഡ് ബൈ ദിസ് ആർട്ടിക്കിൾ ക്യാൻ കൺവേർട്ട് ഇറ്റ്സ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക് ബൈ പാസിംഗ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. സെക്ഷൻ 61 പ്രകാരം ഒരു കമ്പനിക്ക് അതിൻ്റെ ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറയും, ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ. cannot make an original issue of the stock. For this it should be clear that if to you that a company cannot, അതായത് കമ്പനിക്ക് ഷെയർസ് ഇഷ്യൂ ചെയ്യാം പക്ഷേ സ്റ്റോക്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് കഴിയില്ല. ഗിവ് എ നോട്ടീസ് ടു ദി രജിസ്റ്റർ. ഇപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൺവേർട്ട് ചെയ്തതിൻ്റെ വിത്തിൻ 30 daysനുള്ളിൽ തന്നെ ആ കാര്യം രജിസ്ട്രാറിനെ അറിയിക്കണം.
അതേമാതിരി നമ്പർ ഓഫ് ഷെയർസ് മെൻഷൻ ചെയ്യുന്ന പോലെ തന്നെ എമൗണ്ട് ഓഫ് സ്റ്റോക്കും ഓരോ മെമ്പേഴ്സ് എത്രത്തോളം എമൗണ്ട് ഓഫ് സ്റ്റോക്കാണ് ഉള്ളത് എന്നുള്ളത് മെൻഷൻ ചെയ്യണം രജിസ്ട്രാറിന് നമ്മൾ ഇൻഫോം ചെയ്യുമ്പോൾ. സ്റ്റോക്ക് ക്യാൻ ഓൾസോ ബി റീകൺവേർട്ടഡ് ഇൻറ്റു ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് ബൈ ആൻ ഓർഡിനറി രജിസ്ട്രേഷൻ. ഷെയർസ് ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് സ്റ്റോക്കാക്കി കൺവേർട്ട് ചെയ്യുന്നത് പോലെ തന്നെ സ്റ്റോക്കിനെ നമുക്ക് ഫുള്ളി പെയ്ഡ് ഓഫ് ഷെയർസ് ആക്കി റീകൺവേർട്ടും ചെയ്യാം ബൈ പാസിങ് ആൻ ഓർഡിനറി റെസൊല്യൂഷൻ. ഇനി ഷെയർസും സ്റ്റോക്കും തമ്മിൽ ഡിഫറൻസ് ആണ്. ഫസ്റ്റ്, ഷെയർസിന് നോമിനൽ വാല്യൂ ആണ്, സ്റ്റോക്കിന് നോമിനൽ വാല്യൂ ഇല്ല. അതേമാതിരി നമ്പർ ഓഫ് ഷെയർ എന്നുള്ള ഡിസ്റ്റിങ്ഷനാണ് ഷെയറിന് വരുന്നത്, സ്റ്റോക്കിന് നമ്പർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. തേർഡ് വൺ, ഷെയർസ് ആണ് ഒറിജിനലി ഇഷ്യൂ ഒരു കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് ഷെയർസ് ആണ്. സ്റ്റോക്സ് സാധാരണ ഷെയർസ് കൺവേർട്ട് ചെയ്യുന്നതാണ് സ്റ്റോക്കായിട്ട് മാറാം. ഷെയർ ക്യാൻ ഈതർ ബി ഫുള്ളി പെയ്ഡപ്പ്, അതായത് ഫുള്ളി പെയ്ഡപ്പ് ഓർ പാർട്ടി പെയ്ഡപ്പ്. ഷെയർസ് നമുക്ക് ഫുള്ളി പെയ്ഡപ്പ് അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡപ്പ് എന്ന് പറയാം. പക്ഷേ സ്റ്റോക്ക് പാർട്ട്ലി പെയ്ഡപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇല്ല, ഫുള്ളി പെയ്ഡപ്പ് ആണ് സ്റ്റോക്ക് എപ്പോഴും. ഷെയർ കനോട്ട് ബി ട്രാൻസ്ഫേർഡ് ഇൻ ഫ്രാക്ഷൻസ്. ഷെയർസ് നമ്മൾ ഫുള്ളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഷെയർ കംപ്ലീറ്റ് ആയിട്ട്, അല്ലാതെ പോർഷൻ ആക്കിയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ സ്റ്റോക്ക് അങ്ങനെയല്ല, സ്റ്റോക്ക് നമുക്ക് നമ്മളെ എമൗണ്ട് അനുസരിച്ചിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്പർ അനുസരിച്ചിട്ടല്ല. ഓൾ ദി ഷെയർസ് ഓഫ് എ ക്ലാസ് ആർ ഓഫ് ഈക്വൽ ഡിനോമിനേഷൻ. ഒരു കമ്പനിയുടെ ഷെയർസിൻ്റെ ഒരു സെറ്റ് ക്ലാസ് ഓഫ് ഷെയർസിൻ്റെ പൈസ എപ്പോഴും ഒന്നായിരിക്കും. ഒരു ക്ലാസ് ഓഫ് ഷെയർസിൻ്റെ റേറ്റ് സെയിം ആയിരിക്കും. പക്ഷേ സ്റ്റോക്കിന് അങ്ങനെയല്ല, ഓരോ സ്റ്റോക്കിനും ഓരോരോ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ദെൻ അടുത്തത് മീനിങ് ആൻഡ് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ്. ഒരു കമ്പനി നീഡ്സ് ഫണ്ട്സ് ഫോർ ഇറ്റ്സ് പ്രൊജക്ട്സ് ഫോർ ദി എക്സ്റ്റൻഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് പർപ്പസ് വിത്തൗട്ട് ഇൻക്രീസിങ് ഇറ്റ്സ് ഷെയർ ക്യാപിറ്റൽ ഇറ്റ് ബോറോസ് ഫ്രം ദി പബ്ലിക്. അതായത് ഒരു കമ്പനിക്ക് ഇപ്പോൾ ക്യാഷിൻ്റെ ആവശ്യമുണ്ട്, എക്സ്റ്റൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെവലപ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടോ ക്യാഷിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് പബ്ലിക്കിൽ നിന്ന് ബോറോ ചെയ്യാം. പബ്ലിക്കിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ലോൺ പോലെയാണ് ഡിബെഞ്ചേഴ്സ്. Section 2, subsection 30 of the Companies Act 2013 defines the term debentures as follows. A debenture includes debenture stock, bonds, or any other instruments or any company evidencing a debt, whether constituting a charge on the assets of the company or not. കമ്പനി എന്ന് പറയുന്നത് ഡിബെഞ്ചർ സ്റ്റോക്ക് ആവാം, അല്ലെങ്കിൽ ബോണ്ട് ആകാം, അല്ലെങ്കിൽ വേറെ കമ്പനി ഒരു ലോൺ എന്നുള്ള രീതിയിൽ, ഡെറ്റ് കടം എന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആകാം ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അതിന് വേണമെങ്കിൽ കമ്പനിയുടെ അസറ്റിനകത്ത് പ്ലഡ്ജ് ഉണ്ടാവും, അല്ലെങ്കിൽ ചാർജ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇല്ലാതിരിക്കാം. അതാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഡെഫിനിഷൻ ഓഫ് ഡിബെഞ്ചർ: ബിൽ ഓഫ് എക്സ്ചേഞ്ച് അതർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്, ഡീൽസ് ഓഫ് കൺവെനൻറ്റ് ആൻഡ് മെനി അതർ ഡോക്യുമെൻറ്റ്സ് ഇൻ വിച്ച് കമ്പനി സ്റ്റിപ്പുലേറ്റ്സ് എനി പേ. അതായത് ഡെറ്റ് എന്നുള്ള എല്ലാ ഇതും, അല്ല ഡെറ്റേഴ്സ് അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഡെറ്റ് എന്നുള്ളതും ഡിബെഞ്ചേഴ്സിൻ്റെ ഉള്ളിൽ വരുന്നതാണ്. അതായത് ബിൽ ഓഫ് എക്സ്ചേഞ്ച്, നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതെല്ലാം ഡിബെഞ്ചറിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഡിബെഞ്ചറിൻ്റെ ഇതിൽ ക്വാളിഫൈ ചെയ്യുന്ന സാധനമാണ്. ദെൻ ഡിബെഞ്ചറിൻ്റെ ക്യാരക്ടേഴ്സ്: ഫസ്റ്റ്, മൂവബിൾ ആയിട്ടുള്ള സാധനമാണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. ഡിബെഞ്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡെറ്റിനെ സർട്ടിഫൈ ചെയ്യുന്നതാണ്. എത്ര രൂപ ഞങ്ങൾ ഇന്നടുത്ത ആളിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, അത് ഇന്ന ഡേറ്റിൽ കൊടുക്കാണ്ടാവും എന്നുള്ളത് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഇൻഡെപ്റ്റഡ്നെസ് ആണ് ഡിബെഞ്ചർ എന്ന് പറയുന്നത്. അതിനകത്ത് ഡിബെഞ്ചറിനകത്ത് റിഡംഷൻ ഒരു സ്പെസിഫിക് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ചാർജ് ഓൺ ദ അണ്ടർടേക്കിംഗ് ഓഫ് ദി കമ്പനി. കമ്പനിയുടെ മേലെ ഒരു ചാർജാണ്, അതായത് ഒരു നമ്മളിപ്പം എന്താ പറയുക, ലോൺ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ലോൺ എടുക്കില്ല, ആ ഒരു ചാർജ് മാതിരി വരുന്നതാണ്. അതിലിപ്പോൾ കാർ ലോണൊക്കെ ആകുമ്പോൾ കാറിന് ഒരു ചാർജ് വരും. അതേമാതിരിയാണ് കമ്പനിക്ക് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിയുടെ അസറ്റിനകത്ത് ഒരു ചാർജ് വരും. ദെൻ വേർഡ് പാരിപ്പസ് എന്ന് പറയുമ്പം നമ്മൾ കമ്പനിയുടെ വൈൻഡിങ് അപ്പിൻ്റെ സമയത്തോ അല്ലെങ്കിൽ നമ്മൾ റീപേയ്മെൻറ്റ് സമയത്തോ ഓർഡർ ഓഫ് fulfilling the obligation എന്നാണ് അതാണ് പാരിപ്പസ്. ദിസ് മീൻസ് ദാറ്റ് ഓൾ ദി ഡിബെഞ്ചേഴ്സ് ഓഫ് എ പെർട്ടിക്കുലർ ക്ലാസ് വിൽ റിസീവ് ദി മണി പ്രൊപ്പോർഷനേറ്റ്ലി ഇൻ കേസ് ദി കമ്പനി ഈസ് അൺഎബിൾ ടു ഡിസ്ചാർജ് ദി വോൾ ഒബ്ലിഗേഷൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ദിസ്. അതായത് കമ്പനിക്ക് ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിലുള്ള എല്ലാ ഡിബെഞ്ചേഴ്സിനും ഒരേ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ആയിട്ടായിരിക്കും പൈസ കൊടുക്കുക. ഇൻ ദി ആബ്സെൻസ് ഓഫ് ദിസ് ക്ലോസ്, അങ്ങനത്തെ ഒരു പാരിപ്പസ് ക്ലോസ് ഇല്ല എന്നുണ്ടെങ്കിൽ സീരിയൽ നമ്പർ, കമ്പനിയുടെ ഡിബെഞ്ചറിൻ്റെ സീരിയൽ നമ്പറിനനുസരിച്ചിട്ടായിരിക്കും എമൗണ്ട് റീപേ ചെയ്യാം. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ഡിബെഞ്ചേഴ്സ്. ബിയറർ ഡിബെഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മളൊരാൾക്ക് ആ ഡിബെഞ്ചർ കൊടുക്കുകയാണെങ്കിൽ പിന്നെ അയാൾക്കാണ് ക്യാഷ് കിട്ടുക.
അതിനകത്ത് ആരാണോ ഡിബഞ്ചർ സബ്മിറ്റ് ചെയ്യുന്നത് അയാൾക്ക് ക്യാഷ് കിട്ടും. അതാണ് ബിയറർ ഡിബഞ്ചേഴ്സ്. നമ്മൾ ബിയറർ ചെക്സ് പോലെ തന്നെയാണ് ഇതും. ഇതിൻ്റെ ഫീച്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാം, ഫ്രീ ആയിട്ട് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ റെൻറ്റ് ദി ഡെലിവറി ഓഫ് എ ഡിബഞ്ചർ ആൻഡ് എനി ഇൻട്രസ്റ്റ് കൂപ്പൺ ഓൺ എ ഗുഡ് ഡിസ്ചാർജ് ഔട്ട് ടു ദി കമ്പനി. അപ്പോൾ കമ്പനിക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യണം, ഡിബഞ്ചർ കൊടുക്കുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൂപ്പൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു കമ്പനിയുടെ ഗുഡ് ഡിസ്ചാർജ് ഓപ്ഷനാണ് കമ്പനിക്ക്. ഇപ്പോൾ എനിക്കാണ് വേറെ ഡിബഞ്ചർ കിട്ടിയത്, പക്ഷെ അത് ഞാൻ വേറെ ആൾക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ആരുടെ കയ്യിലാണോ ആ ഡിബഞ്ചർ ഉള്ളത് അവർക്ക് ആ കമ്പനീനെ സൂ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇപ്പോൾ അയാൾക്ക് ആ ക്യാഷ്, ആ ഡിബഞ്ചറിനുള്ള ക്യാഷ് കമ്പനി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് തന്നെ സൂ ചെയ്യാനായിട്ട് സാധിക്കും, കമ്പനീനെ സൂ ചെയ്യാനായിട്ട് സാധിക്കും. Then ensure a good title to any person who acquires the debenture bona fide for valuable consideration notwithstanding a defect in the title of the person from whom he acquires it. അതായത് കമ്പനി ആരുടെ കയ്യിലാണോ ഡിബഞ്ചർ അവർക്ക് എമൗണ്ട് പൈസ കൊടുക്കാനുള്ള ബാധ്യസ്ഥത ഉണ്ട് കമ്പനിക്ക്. അത് ആരുടെ കയ്യിലാണ്, ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചത് എന്നുള്ളതൊന്നും അതിനകത്ത് വാലിഡ് അല്ല. Then registered debentures. These are debentures which are payable to registered holders, that a person whose name appear in the register of debenture holders. ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും ആർക്കാണ് ഈ ഡിബഞ്ചർ കൊടുക്കുന്നത്, ആരുടെ പേരിലാണ് കൊടുക്കുന്നത്, എത്ര രൂപയാണ് പേയ്മെൻറ്റ്, അതൊക്കെ ഉണ്ടാവും. അതിൽ അയാൾക്ക് മാത്രമേ ആ ഡിബഞ്ചറിന് എൻക്യാഷ് ചെയ്യാനുള്ള പെർമിറ്റ് ഉള്ളൂ. ഇങ്ങനത്തെ ഡിബഞ്ചേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മൾ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യുന്ന മാതിരിയാണ് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലാതെ തോന്നിയ മാതിരി ഒരാൾക്ക് കൊടുത്തു എന്ന് വിചാരിച്ചാൽ അയാൾക്ക് ക്യാഷ് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരില്ല. ഷെയർസ് എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക അതേമാതിരി ട്രാൻസ്ഫർ ചെയ്യുക, എൻഡോഴ്സ് ചെയ്യുകയാണ് ചെയ്യാം. ഡിബഞ്ചറിന് 2 പോർഷൻസ് ആണ് ഉള്ളത്. കോവണൻസ് ബൈ ദി കമ്മ്യൂണിറ്റി ബൈ ദി പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് ആൻഡ് ദി എൻഡോഴ്സ്ഡ് കണ്ടീഷൻ, ദി ടേം ഓഫ് ദി ലോൺ. അതായത് എത്രത്തോളമാണോ ലോൺ എമൗണ്ട്, പിന്നെ അതേമാതിരി ഇൻട്രസ്റ്റും ഉണ്ടാവും ഡിബഞ്ചേഴ്സിന്. Then perpetual or irredeemable debentures. A debenture which contains no clause as to repayment or which contains a clause that it shall not be paid back is called a perpetual or irredeemable debenture. Irredeemable debenture എന്ന് പറയുമ്പം അതിനകത്ത് ഒരു സ്പെസിഫിക് ഡേറ്റോ എന്നാണ് പേ ചെയ്യേണ്ടതെന്നുള്ളത് ഇതൊന്നും ഉണ്ടാവില്ല, അതൊന്നും മെൻഷൻ ചെയ്യാത്തതാണ് ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഇറഡീമബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനുള്ള പെർമിറ്റ് ഇപ്പോൾ ഇല്ല. അക്കോർഡിംഗ് ടു കമ്പനീസ് 2013 മുതൽ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടില്ല. റെഡീമബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പം ഒരു സ്പെസിഫൈഡ് പീരീഡ് ഓഫ് ടൈം പീരീഡിൽ റെഡീം ചെയ്യാനെന്നുള്ളൊരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടാവും. ഇങ്ങനത്തെ റെഡീമബിൾ ഡിബഞ്ചേഴ്സ് മാത്രമേ ഇപ്പോൾ ഇഷ്യൂ ചെയ്യാനായിട്ട് പാടുള്ളൂ. Rule 18 of the Companies Share Capital and Debentures Rules 2014. No company shall issue share debentures unless it complies with the following conditions. Following conditions fulfill ചെയ്താൽ മാത്രമേ ഒരു കമ്പനിക്ക് secured debentures ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. First one, an issue of secured debentures may be made provided the date of its redemption shall not exceed 13 years from the date of issue. Date of issue കഴിഞ്ഞിട്ട് 13 ഇയേഴ്സിൽ കൂടുതൽ ടൈം റിഡംഷന് വേണ്ടി കൊടുക്കുന്നത്, അതായത് 10 ഇയേഴ്സ് കഴിഞ്ഞിട്ട് റിഡീം ചെയ്യാൻ പറ്റുന്ന ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റില്ല. എക്സെപ്റ്റ് ഫോർ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട്സിന് വേണ്ടിയിട്ടുള്ള ഡിബഞ്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 10 ഇയേഴ്സും കൂടെ എക്സ്ട്രാ കിട്ടും. അതായത് മൊത്തം 30 ഇയേഴ്സ്, 10 ഇയേഴ്സിനും എക്സ്ട്രാ 10 ഇയേഴ്സ് കൂടി വിത്തിൻ 30 ഇയേഴ്സ്, ബിറ്റ്വീൻ 10 ആൻഡ് 30 ഇയേഴ്സിനുള്ളിലാണ് റിഡംഷൻ്റെ ടൈം പീരീഡ് വയ്ക്കുക. അതേമാതിരി റെഡീമബിൾ ഡിബഞ്ചേഴ്സ് സെക്വേർഡ് ആയിരിക്കും ഓൺ ദി പ്രോപ്പർട്ടി ഓർ ദ അസറ്റ് ഓഫ് ദി കമ്പനി വിച്ച് ഈസ് സഫിഷ്യന്റ് ഫോർ ദി ഡ്യൂ റീപേയ്മെൻറ്റ്. ഡിബഞ്ചർ റീപേയ്മെൻറ്റിന് എമൗണ്ട് തികയുന്ന രീതിയിലുള്ളൊരു അസറ്റോ അല്ലെങ്കിൽ പ്രോപ്പർട്ടിയോ വെച്ചിട്ട് സെക്വേർഡ് ആയിരിക്കും ഡിബഞ്ചേഴ്സ്. അങ്ങനെ വേണം ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട്. അടുത്തത്, ഒരു ഡിബഞ്ചർ ട്രസ്റ്റിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. വിത്തിൻ 30 days ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്ത് 13 ഡേയ്സിന് ഉള്ളിൽ നമ്മൾ ഡിബഞ്ചർ ട്രസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അത് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിബഞ്ചർ ട്രസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഡിബഞ്ചർ ട്രസ്റ്റിക്ക് വേണ്ടിയിട്ട് കമ്പനീൻ്റെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ കാര്യങ്ങളോ ഒരു ചാർജ് ആക്കിയിട്ട് വെക്കാം, മോർഗേജ് മാതിരി വെക്കാം. ഇനി സ്പെസിഫിക് പ്രോപ്പർട്ടി, കമ്പനിയുടെ ഏതെങ്കിലും മൂവ് ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടി ആവും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി മോർഗേജ് ആയിട്ട് വെക്കാനായിട്ട് സാധിക്കും. അടുത്തത്, ഞാൻ പേഴ്സൺ ഷാൽ ബി അപ്പോയിൻറ്റഡ് ആസ് എ ഡിബഞ്ചർ ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ലാത്ത ആൾ. കമ്പനിയിൽ എന്തെങ്കിലും ബെനിഫിഷ്യൽ
ആയിട്ടുള്ള പൊസിഷനിലിരിക്കുന്ന ആൾക്കാരെ ഡിബഞ്ചർ ട്രസ്റ്റി ആയിട്ട് വെക്കാൻ പാടില്ല. കമ്പനിയുടെ പ്രൊമോട്ടറോ ഡയറക്ടറോ അല്ലെങ്കിൽ കീ മാനേജറോ പേഴ്സണലോ ഓഫീസർ അങ്ങനെ ഒരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരും ആവാൻ പറ്റില്ല. കമ്പനിയുടെ അല്ലെങ്കിൽ ഹോൾഡിങ്സിൻ്റെയോ സബ്സിഡിയറിൻ്റെയോ കമ്പനിയായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയിയോ ഡയറക്ടറോ ഒന്നും ആവാൻ പാടില്ല. അതുപോലെ ഈസ് ബെനിഫിഷ്യറി എൻറ്റൈറ്റിൽഡ് ടു മണീസ് വിച്ച് ആർ ടു ബി പെയ്ഡ് ബൈ ദി കമ്പനി അതർവൈസ് ദാൻ ആസ് കമ്പനി ഡിബഞ്ചർ ട്രസ്റ്റി അല്ലാതെ ഒരു എമൗണ്ട് റിസീവ് ചെയ്യാനായിട്ട് എലിജിബിൾ ആയിട്ടുള്ള ഒരാളാവാൻ പാടില്ല ആര് ഡിബഞ്ചർ ട്രസ്റ്റി. കമ്പനിയായിട്ട് ഇൻഡപ്റ്റഡ് ആയിട്ടുള്ള അല്ലാതെ സബ്സിഡിയറിയോ ഹോൾഡിംഗ് അല്ലെങ്കിൽ അസോസിയേറ്റ് കമ്പനിയായിട്ടോ എന്തെങ്കിലും ആയിട്ട് കമ്പനിയായിട്ട് ഇൻഡപ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരും ആവാൻ പാടില്ല ഡിബഞ്ചർ ട്രസ്റ്റി ആയിട്ട് ഫിക്സ് ചെയ്യുന്നത്. അതേമാതിരി ഹാസ് ഫർണിഷ്ഡ് ബൈ ഗ്യാരണ്ടി ഇൻ റെസ്പെക്ട് ഓഫ് പ്രിൻസിപ്പൽ ഡെറ്റ് സെക്യൂർഡ് ബൈ ദി ഡിബഞ്ചേഴ്സ് ഓർ ഇൻട്രസ്റ്റ് ദെയറോൺ. പ്രിൻസിപ്പൽ ഡെറ്റും സെക്യൂർഡ് ആണെന്നുള്ളത് ഗ്യാരണ്ടി ചെയ്യാനായിട്ടുള്ള ചെയ്തിട്ടുണ്ടാവണം. അതായത് ഹാസ് ഫർണിഷ്ഡ് എനി ഗ്യാരണ്ടി ഇൻ റെസ്പെക്ട് ഓഫ് ദി പ്രിൻസിപ്പൽ ഡെറ്റ് സെക്യൂർഡ് ആണെന്ന് ഗ്യാരണ്ടി ചെയ്തിട്ടുണ്ടാവണം ഡിബഞ്ചർ ട്രസ്റ്റി. ഹാസ് എനി പെക്യൂണിയറി മോണിറ്ററി റിലേഷൻ വിത്ത് ദി കമ്പനി. നേരത്തെ പറഞ്ഞ മാതിരി കമ്പനിയായിട്ട് മോണിറ്ററി റിലേഷൻഷിപ്പും ഒന്നും ഉണ്ടാകാൻ പാടില്ല. എമൗണ്ടിങ് ടു 2% മോർ ഓഫ് ഇറ്റ്സ് ഗ്രോസ് പ്രോഫിറ്റിൻ്റെ 2% അതിൽ കൂടുതലോ മോണിറ്ററി ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. അതേമാതിരി ടോട്ടൽ ഇൻകം ഗ്രോസ് ടേൺ ഓവറിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ 2% കൂടുതൽ ഉണ്ടാകാൻ പാടില്ല. അതേമാതിരി 50 lakhs ഓർ സച്ച് ഹയർ എമൗണ്ട് ആസ് മേ ബി പ്രിസ്ക്രൈബ്. 50 lakhs rupees അല്ലെങ്കിൽ അതിൽ കൂടുതലോ എമൗണ്ടും മോണിറ്ററി റിലേഷൻഷിപ്പ് ഉണ്ടാവാറുണ്ട്. വിച്ചവർ ചെയ്യുന്നതിനകത്ത് ഏതാണോ കുറവ് അത്ര എമൗണ്ട് ഡിബഞ്ചർ ട്രസ്റ്റിക്ക് പേ ചെയ്യാൻ പാടുള്ളൂ. ഡ്യൂറിങ് ദി 2 immediate preceding financial years. ഡിബഞ്ചർ ട്രസ്റ്റി ആയിട്ട് അപ്പോയിൻ്റ് ചെയ്യുന്നതിൻ്റെ 2 വർഷം ഇമീഡിയറ്റ് ഉള്ള 2 yearsൻ്റെ ഇടയിൽ ഈ പറഞ്ഞ എമൗണ്ടിൻ്റെ മോണിറ്ററി റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് ഉണ്ടാവാനായിട്ട് പാടില്ല. അല്ലെങ്കിൽ കമ്പനിയുടെ ഏതെങ്കിലും പ്രൊമോട്ടറിൻ്റെ ഡയറക്ടറിൻ്റെയോ അല്ലെങ്കിൽ മാനേജറൽ പേഴ്സണലിൻ്റെയോ ആരുടെയും റിലേറ്റീവ് ആവാനും പാടില്ല ഡിബഞ്ചർ ട്രസ്റ്റി. ദി ട്രസ്റ്റി ആസ് അപ്പോസ് ഇതൊക്കെയാണ് ഡിബഞ്ചർ ട്രസ്റ്റി ആവാനുള്ള കണ്ടീഷൻസ്. Then the trust deed as aforesaid shall be executed by the company issuing debentures in favor of the debenture trustee within 60 days of the debenture. കമ്പനി ഡിബഞ്ചേഴ്സ് അലോട്ട് ചെയ്ത് 60 days തന്നെ ഡിബഞ്ചർ ട്രസ്റ്റീസിനെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ഡിബഞ്ചേഴ്സ് റിഡീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവിനകത്തോട്ട് ഡിബഞ്ചർ റിഡംഷൻ റിസർവ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. അതാണ് റിഡീമബിൾ ഡിബഞ്ചേഴ്സ്. അടുത്തത് സെക്യൂർഡ് ആൻഡ് നേക്കഡ് ഡിബഞ്ചേഴ്സ്. സെക്യൂർഡ് ആൻഡ് നേക്കഡ് ഡിബഞ്ചേഴ്സ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഏതെങ്കിലും ഒരു അസറ്റിനോ എന്തെങ്കിലും കാര്യം മോർഗേജ് ആയിട്ട് വെച്ചിട്ട് ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെയാണ് സെക്യൂർഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറയുക. അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇല്ലാതെ ഇഷ്യൂ ചെയ്യുന്ന ഡിബഞ്ചേഴ്സിനെ അൺസെക്യൂർഡ് നേക്കഡ് ഡിബഞ്ചേഴ്സ് എന്നാണ് പറയുക. ഇനി കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്ന് പറയുമ്പം ഈ ഡിബഞ്ചേഴ്സിന് ഇക്വിറ്റി ഷെയർസ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് ആയിട്ടോ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ആയിരിക്കും. അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് അല്ല. ഏതെങ്കിലും ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പാടിക്കും. ഫസ്റ്റ് ഓൾറെഡി ഒരു ഡിബഞ്ചർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചത് ഡിബഞ്ചറായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഒരു ഡിബഞ്ചർ ഷെയർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പക്ഷേ ഷെയർസ് ഡിബഞ്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ ഷെയർ ആൻഡ് എ ഡിബഞ്ചർ. ഫസ്റ്റ് ഷെയർ ഹോൾഡേഴ്സ് കമ്പനിയിലെ മെമ്പറാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ലെൻഡറാണ്. ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയിൽ വോട്ട് ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ട്, പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് വോട്ടിംഗ് റൈറ്റ് ഇല്ല. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു ഫിക്സഡ് എമൗണ്ട് ആയിട്ടാണ് പേയ്മെൻറ്റ് കിട്ടുക, പക്ഷേ ഷെയർ ഹോൾഡേഴ്സിന് പ്രോഫിറ്റിൻ്റെ ഷെയറിന് കിട്ടും. അതായത് പ്രോഫിറ്റ് കിട്ടുന്നത് ഇൻകം കിട്ടുന്നത് പ്രോഫിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. വൈൻഡിങ് അപ്പിൻ്റെ സമയത്താണ് ഷെയർ ഹോൾഡേഴ്സിന് പേ ബാക്ക് കിട്ടുക, പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഒരു സ്പെസിഫൈഡ് ടൈമിലാണ് പേ ബാക്ക് കിട്ടുക. വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഷെയർ ഹോൾഡേഴ്സിന് എല്ലാ ഔട്ട്സൈഡ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരുടെയും ഫുൾ പേയ്മെൻറ്റ് ചെയ്തതിന് മാത്രമേ ഷെയർ ഹോൾഡേഴ്സിന് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് അതിനേക്കാളും മുമ്പ് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള ക്ലെയിംസ് ഉണ്ട്. ദെൻ ഡിവിഡൻഡ് ഓൺ ഷെയർസ് ഈസ് നോട്ട് എ ചാർജ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ്. ഷെയർസിന് കൊടുക്കുന്ന ഡിവിഡൻഡ് പ്രോഫിറ്റ് കണ്ടുപിടിച്ചതിന് ശേഷം ആണ് കൊടുക്കുക. അത് ഒരു പ്രോഫിറ്റിൽ നിന്ന് കുറയ്ക്കുന്ന ഒരു എമൗണ്ട് അല്ല ഡിവിഡൻഡ് എന്ന് പറയുന്നത്. പക്ഷേ ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് പ്രോഫിറ്റിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യാവുന്ന കാര്യമാണ്. ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്ന ഒരു സാധനമാണ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ്. അടുത്തത് പബ്ലിക് ഡെപ്പോസിറ്റ്. പബ്ലിക് ഡെപ്പോസിറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് മീറ്റിംഗ് ഷോർട്ട് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ്. കമ്പനിയുടെ
ഷോർട്ട് ടേം ക്യാപിറ്റൽ റിക്വയർമെൻറ്റിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പബ്ലിക് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ്സ് ഇൻ റിസിപ്റ്റ് ഓഫ് മണി ബൈ വേ ഓഫ് ഡെപ്പോസിറ്റ് ഓർ ലോൺ ഓർ എനി അതർ ഫോം ബൈ ദ കമ്പനി. കമ്പനിക്ക് ഡെപ്പോസിറ്റ്സ് ഒരു ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലോൺ ആയിട്ടോ അല്ലെങ്കിൽ അതല്ലാതെ വേറെ ഏതെങ്കിലും ഫോമിന് വേണ്ടി കമ്പനിക്ക് മണി റിസീവ് ചെയ്യാം. അതിന് ഡെപ്പോസിറ്റ് എന്നാണ് പറയാം. പക്ഷേ കമ്പനീസ് ആക്ട് പ്രകാരം ഡെപ്പോസിറ്റ് ഇൻക്ലൂഡ് ചെയ്യാത്തത് ആണ് ഇനി പറയുന്ന കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, എനി എമൗണ്ട് റിസീവ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ എ സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ എനി എമൗണ്ട് റിസീവ്ഡ് ബൈ ഫ്രം ഏത് സോഴ്സ് ഹൂസ് റീപേയ്മെൻറ്റ് ഇസ് ഗ്യാരണ്ടീഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ് ഓർ എ സ്റ്റേറ്റ് ഗവൺമെൻറ്. എന്തെങ്കിലും എമൗണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ എമൗണ്ട് എടുത്തുനിന്ന് എന്തെങ്കിലും എമൗണ്ട് റിസീവ് ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് റീപേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ലോണായിട്ട് റീപേയ്മെൻറ്റ് ചെയ്യാമെന്നുള്ള രീതിയിൽ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിലോ സെൻട്രൽ ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ റീപേ ചെയ്യാൻ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ളതാണെങ്കിലോ അത് ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. രണ്ടാമത്, എനി എമൗണ്ട് റിസീവ് ഫ്രം ദി നോട്ടിഫൈഡ് ഫോറിൻ ഗവൺമെൻറ്റ്സ് ഓർ ഫോറിൻ ഇൻ്റർനാഷണൽ ബാങ്ക്സ് ആൻഡ് മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫോറിൻ ഗവൺമെൻറ്റ്സോ ഫോറിൻ ഇൻ്റർനാഷണൽ ബാങ്ക്സിന്നോ അല്ലെങ്കിൽ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്നോ കിട്ടിയ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. Any amount received as a loan or facility from any banking company or from a banking institution notified by the central government or from a cooperative bank. ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ബാങ്കിങ് കമ്പനിയിൽ നിന്ന് ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നോ കിട്ടിയിട്ടുള്ള എമൗണ്ട് അല്ലെങ്കിൽ ലോൺ അത് ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടില്ല. Any amount received as a loan or financial assistance from the notified public financial institutions. നോട്ടിഫൈ ചെയ്തിട്ടുള്ള പബ്ലിക് ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റീജിയണൽ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് ബാങ്ക്സ്, ഈ സ്ഥലത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഫിനാൻസ് അസിസ്റ്റൻസോ അല്ലെങ്കിൽ ലോൺസോ ഡെപ്പോസിറ്റ്സ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അടുത്തത് തന്നെ എമൗണ്ട് റിസീവ്ഡ് അഗെയിൻസ്റ്റ് ഇഷ്യൂ ഓഫ് കൊമേഴ്ഷ്യൽ പേപ്പർ. ഒരു കൊമേഴ്ഷ്യൽ പേപ്പർ ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടോ അല്ലെങ്കിൽ അതല്ലാതെ വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടില്ല. ആസ് പെർ ദി ഗൈഡൻസ് ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുള്ള ഗൈഡൻസിനനുസരിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അതേമാതിരി ഒരു കമ്പനിക്ക് വേറെ കമ്പനി കൊടുക്കുന്ന എമൗണ്ടും ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി ഷെയർ ആപ്ലിക്കേഷൻ മണി ഓർ അഡ്വാൻസ് ടുവേർഡ്സ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് പെൻഡിങ് അലോട്ട്മെൻറ്റ്. അതായത് അലോട്ട്മെൻറ്റ് ആയിട്ടില്ല, അലോട്ട്മെൻറ്റിന് മുമ്പ് ഷെയർ ആപ്ലിക്കേഷൻ മണി ആയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടില്ല. പക്ഷേ മിനിമം സബ്സ്ക്രിപ്ഷൻ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്യണം. അങ്ങനെ റീഫണ്ട് ചെയ്തിട്ടില്ല വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ, അതായത് 60 ഡേയ്സിൻ്റെ അതായത് 15 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇത് ക്ലോസ് ചെയ്തിട്ട് അത് റീഫണ്ട് കൊടുക്കണം. അതിൻ്റെ 60 ഡേയ്സിൻ്റെ ഉള്ളിൽ അത് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ടാണ് ചെയ്യുക. അതായത് റീഫണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ 60 ഡേയ്സ് നമുക്ക് തരും. അതിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അത് ആ സമയത്ത് നമ്മളത് ഡെപ്പോസിറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഷെയർ ആപ്ലിക്കേഷൻ വേണ്ടി ഡെപ്പോസിറ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യാം. അതേമാതിരി any amount received from a person who at the time of receipt of the amount was a director of the company, except when a director has given money out of funds acquired by him by borrowing or accepting loans or deposit from others. അതായത് ഒരു പേഴ്സൺ ഡയറക്ടർ ആയിട്ടുള്ള ഒരാൾ കമ്പനിക്ക് പൈസ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അയാൾ വേറെ എവിടെയെങ്കിലും ആണ് മണി അക്സെപ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ബോറോ ചെയ്തതെന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ലോണായിട്ട് കൺസിഡർ ചെയ്യും. പക്ഷെ അല്ലാതെ ഒരു ഡയറക്റ്റായിട്ട് കമ്പനിക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ടോ ലോണായിട്ടോ കൺസിഡർ ചെയ്യില്ല. അടുത്തത് തന്നെ എമൗണ്ട് റേസ്ഡ് ബൈ ദി ഇഷ്യൂ ഓഫ് സെക്യൂർഡ് ബോണ്ട്സ് ഓർ ഡിബഞ്ചേഴ്സ്. സെക്യൂർഡ് ബോണ്ട്സ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടോ നമ്മൾക്ക് ആ പ്രൊസീഡ്സിൽ നിന്ന് കിട്ടിയ എമൗണ്ട് അതിന് ഡസ് നോട്ട് എക്സീഡ് ദി മാർക്കറ്റ് വാല്യൂ ഓഫ് സച്ച് അസറ്റ്സ്. അതായത് ഏത് സെക്യൂർഡ് ആയിട്ടുള്ളതാകുമ്പോൾ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിൽ കൂടുതൽ എക്സീഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്തായിട്ട് കൂട്ടില്ല, ഡെപ്പോസിറ്റ്സ് ആയിട്ട് കൂട്ടില്ല. Any amount raised by issue of non-convertible debenture not constituting a charge on the assets of the company and listed on recognized stock exchange. അപ്പം രജിസ്റ്റേർഡ് വാല്യൂ, അതായത് എത്രയാണോ അസറ്റിൻ്റെ വാല്യൂ അതിൽ കൂടുതൽ അതിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെക്കാട്ടി കൂടുതൽ എമൗണ്ടിനല്ല ബോണ്ട് ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ഇനി എമൗണ്ട് റിസീവ് ഫ്രം എൻ എംപ്ലോയി നോട്ട് എക്സീഡിങ് ഹിസ് ആനുവൽ സാലറി. ഒരു എംപ്ലോയി തരുന്ന ക്യാഷ് അയാളുടെ ആനുവൽ സാലറിനെക്കാട്ടി കൂടുതലല്ല എന്നുണ്ടെങ്കിൽ ആൻഡ് ഒരു എംപ്ലോയ്മെൻറ്റിൻ്റെ കോൺട്രാക്റ്റിലല്ല എന്നുണ്ടെങ്കിൽ അതും ഡെപ്പോസിറ്റ് ആയിട്ടാണ് കൂട്ടുക. അതിൻ്റെ ഉള്ളിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതിൻ്റെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. അടുത്തത് ഇനി നോൺ ഇൻട്രസ്റ്റ് ബിയറിങ് എമൗണ്ട് റിസീവ്ഡ് ഓർ ഹെൽഡ് ഇൻ ട്രസ്റ്റ് ആയിട്ട് വെച്ചിട്ടുള്ള റിസീവ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുള്ള എമൗണ്ട് നോൺ ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നോൺ ഇൻട്രസ്റ്റ് ബിയറിങ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് ഡെപ്പോസിറ്റ് ആയിട്ടാണ്
ഡെപ്പോസിറ്റ് ആയിട്ടല്ല കൺസിഡർ ചെയ്യാം. an amount received in the course of or for the purpose of the business of the company, അതായത് ഒരു കമ്പനിയുടെ ബിസിനസ് നടത്തുന്നത് ആയിട്ടുള്ള രീതിയിലായിട്ടുള്ള എമൗണ്ട് നമുക്ക് റിസീവ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും ഡെപ്പോസിറ്റ് ആയിട്ടുള്ള കൺസിഡർ ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളാണ് ആസ് ആൻ അഡ്വാൻസ് ഫോർ ദി സപ്ലൈ ഓഫ് ഗുഡ്സ്. ഒരു ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് ആയിട്ട് തരുന്ന ക്യാഷ്. അതേമാതിരി ഒരു പ്രോപ്പർട്ടി സെല് ചെയ്യണതിന് അതിന് അഡ്വാൻസ് ആയിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു അഡ്വാൻസ് തരില്ല, അങ്ങനെ അഡ്വാൻസ് ആയിട്ടുള്ള എമൗണ്ട്. അതേമാതിരി നമുക്ക് എന്തെങ്കിലും സാധനം സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിട്ട് തരുന്ന എമൗണ്ട്സ്, ഇതൊന്നും ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. പിന്നെ അതിൻ്റെ കൂടെ ആസ് അഡ്വാൻസ് റിസീവ്ഡ് അണ്ടർ ലോങ് ടേം പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അത് ഫുൾ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ പൈസ തരും, അതും ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടില്ല. ആസ് ആൻ അഡ്വാൻസ് ടുവേർഡ്സ് കൺസിഡറേഷൻ ഫോർ പ്രൊവൈഡിങ് ഫ്യൂച്ചർ സർവീസ്, ഫ്യൂച്ചറിൽ സർവീസ് കൊടുക്കുന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് ഇപ്പം തന്നെ നമുക്ക് ക്യാഷ് തരികയാണെന്നുണ്ടെങ്കിൽ, ഇത് വാറണ്ടി മാതിരി ക്യാഷ് തരികയാണെന്നുണ്ടെങ്കിൽ അതും ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടില്ല. ആസ് ആൻ അഡ്വാൻസ് റിസീവ്ഡ് ആൻഡ് ആസ് അലൗഡ് ബൈ എനി സെക്ടറൽ റെഗുലേറ്റർ ഓർ ഇൻ അക്കോർഡൻസ് വിത്ത് ദി ഡയറക്ഷൻ ഓഫ് സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്. സെൻട്രൽ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഡയറക്ഷൻസ് പ്രകാരം എന്തെങ്കിലും സെക്ടറൽ റെഗുലേറ്റർ നമുക്ക് അഡ്വാൻസ് തന്നിട്ടുണ്ടെങ്കിൽ അതും ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടില്ല. ആസ് ആൻ അഡ്വാൻസ് ഓഫ് സബ്സ്ക്രിപ്ഷൻ ടുവേർഡ്സ് പബ്ലിക്കേഷൻ വെദർ ഇൻ പ്രിൻറ്റ് ഓർ ഇൻ ഇലക്ട്രോണിക് ഫോം, അതിപ്പോൾ എന്തെങ്കിലും പബ്ലിക്കേഷൻസ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമുക്ക് അഡ്വാൻസ് തരികയാണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൂട്ടില്ല. എ എമൗണ്ട് ബോട്ട് ഇൻ ബൈ ദി പ്രൊമോട്ടേഴ്സ് ഓഫ് ദി കമ്പനി ബൈ വേ ഓഫ് അൺസെക്യൂർഡ് ലോൺ, അൺസെക്യൂർഡ് ലോണായിട്ട് പ്രൊമോട്ടേഴ്സ് കൊണ്ടുവരുന്നതും എന്തായിട്ട് കൂട്ടില്ല, നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. 1 സെക്കൻഡ്. ഓക്കെ, അതും ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. അടുത്തത് എനി എമൗണ്ട് അക്സെപ്റ്റഡ് ബൈ നിധി കമ്പനി അക്സെപ്റ്റ് ചെയ്യുന്ന എമൗണ്ടും ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ വേ ഓഫ് സബ്സ്ക്രിപ്ഷൻ റെസ്പെക്ട് ഓഫ് ദ ചിറ്റ് ഫണ്ട് ആക്ട് പ്രകാരം ചിട്ടി ആയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ചിട്ടി സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ ദി കമ്പനി അണ്ടർ കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഇൻ കംപ്ലയൻസ് വിത്ത് സെബി റെഗുലേഷൻസ് പ്രകാരം കളക്റ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിൽ നമുക്ക് എമൗണ്ട് കിട്ടുന്ന എമൗണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. എനി എമൗണ്ട് ഓഫ് ₹25 lakh ഓർ മോർ റിസീവ്ഡ് ബൈ സ്റ്റാർട്ടപ്പ് കമ്പനി, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിക്ക് 25 lakhs കൂടുതൽ റിസീവ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ബൈ എ വേ ഓഫ് നോട്ട് കൺവേർട്ടബിൾ ഇൻടു ഇക്വിറ്റി ഷെയർസ്, ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 5 yearsനുള്ളിൽ റീപേ ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ അതും ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. എനി എമൗണ്ട് റിസീവ്ഡ് ബൈ എ കമ്പനി ഫ്രം ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സ്, ഡൊമസ്റ്റിക് വെഞ്ചർ ക്യാപിറ്റൽ, എന്ത് കമ്പനിക്ക് വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ള എമൗണ്ട് ഓൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്നോ ഡൊമസ്റ്റിക് വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട്സിനോ മ്യൂച്വൽ ഫണ്ട്സ് സെബിൻ്റെ അണ്ടറിൽ രജിസ്റ്റർ ചെയ്ത മ്യൂച്വൽ ഫണ്ട്സിനോ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള എമൗണ്ടുകളോ നമ്മൾ ഡെപ്പോസിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യില്ല. ദെൻ ഡെപ്പോസിറ്റ് ആൻഡ് ലോൺ, ഡെപ്പോസിറ്റിൻ്റെ ഉള്ളിൽ ലോണും പെടും. ഇത് പ്രകാരം കമ്പനീസ് ആക്ട് പ്രകാരം ഡെപ്പോസിറ്റിൻ്റെ ഉള്ളിൽ ലോണും പെടും. ഡെപ്പോസിറ്റ് ഓൾസോ എ ലോൺ വിത്ത് ദി ഡിഫറൻസ് ദാറ്റ് ലോൺ ഈസ് റീപേബിൾ ദി മേറ്റ് ഇറ്റ് ഈസ് ഇൻകേർഡ്. അതായത് ഡെപ്പോസിറ്റ് ലോൺ എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴാണോ നമുക്ക് ലോൺ എടുക്കണം അന്ന് മുതൽ അത് റീപേ ചെയ്യാനുള്ളൊരു ഒരു ലയബിലിറ്റി നമുക്ക് അവിടെ ഫോം ചെയ്യണം. പക്ഷേ ഡെപ്പോസിറ്റ് അങ്ങനെയല്ല. ഇൻ ദി കേസ് ഓഫ് ഡെപ്പോസിറ്റ് റീപേയ്മെൻറ്റ് വിൽ ഡിപ്പെൻഡ് ഓൺ ദി മെച്യൂരിറ്റി ഡേറ്റ് ഫിക്സഡ് ദർ. അതായത് ഡെപ്പോസിറ്റ് നമ്മളൊരു ഫിക്സഡ് ഡേറ്റ് ഫിക്സ് ചെയ്യും, അതിന് മെച്യൂരിറ്റി ഡേറ്റ് ഫിക്സ് ചെയ്യും. അന്ന് മാത്രമേ അതൊരു ലയബിലിറ്റി ആയിട്ട്, അതായത് റീപേ ചെയ്യാനുള്ള ഒരു ഒബ്ലിഗേഷൻ അന്ന് മുതലേ നമുക്ക് വരുള്ളൂ. ദി ടേംസ് ഓഫ് എഗ്രിമെൻറ്റ്സ് റിലേറ്റിംഗ് ടു ഡിമാൻഡ് ഓൺ ദി മേക്കിംഗ് ഓഫ് സച്ച് വിച്ച് ദി ഡെപ്പോസിറ്റ് ബിക്കംസ് പേയബിൾ. ഡെപ്പോസിറ്റ് പേയബിൾ ആവുന്നതിനുള്ള എഗ്രിമെൻറ്റ് എപ്പോഴാണോ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അത് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും എഗ്രിമെൻറ്റിൽ, അന്ന് മുതലേ അത് റീപേയബിൾ ആവുള്ളൂ. ഇൻ ദി കേസ് ഓഫ് എ ലോൺ ദി പീരീഡ് ഓഫ് ലിമിറ്റേഷൻ കമൻസസ് ഫ്രം ദി ഡേറ്റ് വെൻ ദി ലോൺ ഇസ് മെയ്ഡ്. ലോൺ എപ്പോഴാണ് നമ്മൾ എടുക്കുന്നത് അന്ന് മുതൽ അത് ഒരു ഒബ്ലിഗേഷനായിട്ട് നമുക്ക് മാറും. പക്ഷേ ഡെപ്പോസിറ്റ് ആകുമ്പം എന്നാണോ ഡിമാൻഡ് ചെയ്യുന്നത് അന്ന് വരെ നമുക്ക് വയ്ക്കാം. ഡെപ്പോസിറ്റ് ആൻഡ് ഡിബഞ്ചർ, വെദർ ഡിബഞ്ചർ ഈസ് അൺസെക്യൂർഡ് ഇറ്റ് വിൽ സ്ക്വയർലി ഫോളോ വിത്തിൻ ദി ഡെഫിനിഷൻ ഓഫ് ഡെപ്പോസിറ്റ്. ഡെബഞ്ചേഴ്സ് അൺസെക്യൂർഡ് ആണ്, സെക്യൂർഡ് അല്ല എന്നുണ്ടെങ്കിൽ അതും ഡെപ്പോസിറ്റിൻ്റെ അണ്ടറിലാണ് വരിക. അടുത്തത് ഗ്ലോബൽ ഡെപ്പോസിറ്ററി receipt. Global depository receipts is an instrument in which a company located in a country issues one or more of its shares or convertible debentures or bonds outside the domestic country. A company can raise foreign currency funds by issuing equity shares. ഒരു കമ്പനി ആ സ്വന്തം കമ്പനി ഡൊമസ്റ്റിക് കൺട്രിയിലല്ലാതെ പുറത്ത് ഏതെങ്കിലും
കൺട്രിയിൽ പോയിട്ട് ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെന്ന്, ഷെയർസോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ ഡിബഞ്ചേഴ്സോ ബോൺസോ ഇഷ്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് പറയാം. അതാകുമ്പോൾ ഫോറിൻ കറൻസിയിലാണ് നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുക, ആ എമൗണ്ടിലാണ്, ആ കറൻസിയിലാണ് നമ്മൾ ക്യാപിറ്റൽ റേസ് ചെയ്യുക. ആസ് പെർ സെക്ഷൻ 2 subsection 44 of the Companies Act 2013, global depository receipt means any instrument in the form of a depository receipt by whatever name called a foreign depository receipt, foreign depository outside India and authorized by a company in India making an issue of such depository receipts. Companies Act 2013 section 2 subsection 44 പ്രകാരം ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസീപ്റ്റ് എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻ്റ് ആണ്. അത് ഇന്ത്യേൻ്റെ ഔട്ട്സൈഡ് ആണെങ്കിൽ ഫോറിൻ ഡെപ്പോസിറ്ററി ആയിട്ടാണ് നമ്മൾ ഇന്ത്യേൻ്റെ ഔട്ട്സൈഡ് ഒരു ഫോറിൻ ഡെപ്പോസിറ്ററി ആയിട്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അത് നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു കമ്പനി ഓതറൈസ് ചെയ്യുന്നൊരു ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സെക്ഷൻ 2 subsection 48 പ്രകാരം only instruments in the form of depository receipt created by a domestic depository in India and authorized by the company incorporated outside India making an issue of such depository receipts. അതായത് ഡൊമസ്റ്റിക് ഡെപ്പോസിറ്ററി ഇൻ ഇന്ത്യയിൽ തന്നെ ഒരു ഡെപ്പോസിറ്ററി ഉള്ള ഒരാൾ പുറത്ത് പോയിട്ട് ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാണ്. പക്ഷേ അതിനൊരു ബാക്കിംഗ് ഉണ്ടാവണം. ഇന്ത്യൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു കമ്പനി ഓതറൈസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് എന്തുകൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഹിബിറ്റഡ് ഫ്രം ഇഷ്യൂ റുപ്പി, നമ്മളുടെ റുപ്പി ഡിനോമിനേഷനിലുള്ള സെക്യൂരിറ്റീസ് ഇപ്പോൾ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല, അത് പ്രൊഹിബിറ്റഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റേഴ്സിന് കിട്ടും, കൂടുതൽ ഗ്ലോബൽ പ്രസൻസ് ഉണ്ടാവും, ലിക്വിഡിറ്റി ഒന്നും കൂടെ കൂടുതലായിരിക്കും. അതുകൊണ്ടൊക്കെയാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഏതൊക്കെ കമ്പനിയാണ് എലിജിബിൾ ആയിട്ടുള്ളത് എന്നുള്ളത് ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള കമ്പനിക്കാണ് ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പബ്ലിക് ഓഫറിംഗ് ഓർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓർ ഇൻ എനി ഫോം ഓഫ് മാനർ റിലവൻറ്റ് അബ്രോഡ് ഓർ മേ ബി ലിസ്റ്റഡ് ഓർ ട്രേഡഡ് ഇൻ ദിസ് ഓവർസീസ് ലിസ്റ്റിംഗ് ഓഫ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം. നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ ഫോറിൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അതിനൊരു പബ്ലിക് ഓഫറിംഗ് ആകും, അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആകും, അല്ലെങ്കിൽ അബ്രോഡിലുള്ള ഏതാണോ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അത് ഫോളോ ചെയ്തിട്ട് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാം. കമ്പനിയിലെ ജനറൽ മീറ്റിങ്ങിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതേമാതിരി പുറത്തുള്ള എവിടെയാണോ നമ്മൾ ഇഷ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്തുള്ള ഒരു ബാങ്കിനെ നമ്മൾ അപ്പോയിൻറ്റും ചെയ്തിട്ടുണ്ടാവണം. അതായത് ഈ ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേമാതിരി നമ്മളൊരു മെർച്ചൻ്റ് ബാങ്കറിനെ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസിങ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റിനെ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറിനെയൊക്കെ നമ്മൾ അപ്പോയിൻ്റ് ചെയ്യും. നമ്മൾ ഈ ഗ്ലോബൽ ഡെപ്പോസിറ്ററി GDR നമ്മൾ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം കംപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പോയിൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ദ ഇഷ്യൂൻസ് ഓഫ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ADR. ഈ ADR എന്ന് പറയുന്നത് അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ് ആണ്. GDR ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. ADR എന്ന് പറയുന്നത് അമേരിക്കയിൽ മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സിനെയാണ് അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് പറയുന്നത്. ADR or GDR in India are governed by Reserve Bank of India, the Deposit Receipt Scheme 2014. നമ്മളിവിടുത്തെ കമ്പനീസ് ഇറക്കുന്ന ADR അല്ലെങ്കിൽ GDR റെഗുലേറ്റ് ചെയ്യുന്നത് RBI ആണ്. അതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ആണ്: ഫസ്റ്റ്, നോ പ്രിയർ അപ്രൂവൽ ഓഫ് ദി ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അപ്രൂവൽ വേണ്ട. ഇഫ് ദി പ്രൊവിഷൻസ് ഓഫ് ദി FEMA 1991 are attracted on issuance and transfer of permissible securities constituting the underlying deposit receipts or to a non-resident outside India, then the approval, if any, required under the act should be required. അതായത് FEMA റൂൾ പ്രകാരം പെർമിസിബിൾ സെക്യൂരിറ്റീസ് നമ്മളുടെ നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ്റെ ഔട്ട്സൈഡ് ആയിട്ടുള്ള നോൺ റെസിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ FEMA ആക്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അപ്രൂവൽ മതി, അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ അപ്രൂവൽ വേണ്ട. ദെൻ പേഴ്സൺസ് ഓർ കമ്പനീസ് ഡീബാർഡ് ഫ്രം അസസിങ് ദി ക്യാപിറ്റൽ മാർക്കറ്റ്. അത് നമ്മളിവിടുത്തെ ക്യാപിറ്റൽ മാർക്കറ്റിനകത്ത് ഡീലിങ്സോ ഇഷ്യൂ ട്രാൻസ്ഫറോ ചെയ്യാൻ പാടില്ലാത്ത കമ്പനീസ് പുറത്ത് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാനുള്ള അധികാരം അവർക്കുണ്ടാവില്ല. ദെൻ കൈൻഡ്സ് ഓഫ് ഇഷ്യൂ ഓഫ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ്. DR എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് റെസിപ്റ്റ്സ് ആണ്.
ദി സ്പോൺസേഡ് ഇഷ്യൂ ആൻഡ് അൺസ്പോൺസേഡ് ഇഷ്യൂ, രണ്ട് തരത്തിലാണ് DRs ഇഷ്യൂ ചെയ്യുക, സ്പോൺസേഡ് ഇഷ്യൂ, അൺസ്പോൺസേഡ് ഇഷ്യൂ. In a sponsored ADR program, the company sponsors an ADR or GDR against the existing shares held by the existing shareholders. ഇതിനകത്ത് നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ ഒരു കമ്പനി നമ്മൾ സ്പോൺസർ ചെയ്യണം എഗെയിൻസ്റ്റ് ദ എക്സിസ്റ്റിംഗ് ഷെയർ, ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർസിന് ആയിട്ട് അതിനെ സ്പോൺസർ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ADRs അല്ലെങ്കിൽ GDRs ഇഷ്യൂ ചെയ്യുക. ദി പ്രൈസ് അറ്റ് വിച്ച് ദീസ് ഷെയർസ് വുഡ് ബി കൺവേർട്ടഡ് ടു ADR or GDR ഈസ് അറൈവ്ഡ് ബൈ ദി ലീഡ് ബുക്ക് റണ്ണിങ് മാനേജേഴ്സ്. ലീഡ് ബുക്ക് റണ്ണിങ് മാനേജേഴ്സ് ആണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് ഷെയർസിൻ്റെ പ്രൈസ് വെച്ചിട്ട് അത് കൺവേർട്ട് ചെയ്യുക, ADR അല്ലെങ്കിൽ GDR ആയിട്ട് കൺവേർട്ട് ചെയ്യാം. In sponsored ADR or GDR program, the company or issuer is a party to the deposit agreement and only one such ADR or GDR program can exist at a time. അതിനകത്ത് കമ്പനി ഒരു ഡെപ്പോസിറ്റ് എഗ്രിമെൻറ്റിൽ, ആ കമ്പനിയും ഒരു പാർട്ടാണ് ഈ ഡെപ്പോസിറ്റ് എഗ്രിമെൻറ്റിൽ. അതുകൂടാതെ ADR or GDR പ്രോഗ്രാം ഒരൊറ്റ ADR or GDR പ്രോഗ്രാം മാത്രമേ ഒരു കമ്പനിയിൽ ഒരു സമയത്ത് ഉണ്ടാവാൻ പാടുള്ളൂ. In case of unsponsored issue, the issuer is not a party to the deposit agreement and multiple programs can be run simultaneously. അൺസ്പോൺസേർഡ് ആണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് എഗ്രിമെൻറ്റിൽ ആ കമ്പനി പാർട്ടി ആവില്ല. അതേമാതിരി ഒരേ സമയത്ത് തന്നെ പല മൾട്ടിപ്പിൾ പ്രോഗ്രാംസ്, അതായത് മൾട്ടിപ്പിൾ ADR അല്ലെങ്കിൽ GDR പ്രോഗ്രാംസ് റൺ ചെയ്യാനായിട്ട് പറ്റും. Unsponsored DRs can be issued on the back of listed permissible securities only if two conditions are fulfilled. Unsponsored DRs ഇഷ്യൂ ചെയ്യാവുന്ന രണ്ട് കണ്ടീഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുണ്ടാവണം ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ്. അതേമാതിരി വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ഹോൾഡേഴ്സിന് മാത്രമേ, അങ്ങനെ ഹോൾഡറിന് റൈറ്റ് കിട്ടുന്ന രീതിയിലുള്ള DRs മാത്രമേ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ളത് മാത്രമേ അൺസ്പോൺസേർഡ് ആയിട്ടുള്ള DRs ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്തതൊക്കെ സ്പോൺസർ ചെയ്തിട്ട് വേണം ഇഷ്യൂ ചെയ്യാനായിട്ട്. അടുത്തത് പെർമിസിബിൾ സെക്യൂരിറ്റി. പെർമിസിബിൾ സെക്യൂരിറ്റീസ് ആർ റിക്വയർഡ് ടു ബി ഇൻ ഡീമെറ്ററൈസ്ഡ് ഫോം ബിഫോർ ദേ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഇഷ്യൂറൻസ് ഓഫ് സെക്യൂരിറ്റീസ്. പെർമിസിബിൾ സെക്യൂരിറ്റീസ് എല്ലാം തന്നെ ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ടുള്ള ഫോമിലാവണം, എന്നാൽ മാത്രമേ ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സ് ഇഷ്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അടുത്തത് എൻഡ് യൂസ് റെസ്ട്രിക്ഷൻസ്. FEMA 1990 അതിനകത്തുള്ള ആക്ട്, ആ ആക്ട് പ്രകാരം എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും എല്ലാം ആപ്ലിക്കബിളാണ് എന്ത് ഡെപ്പോസിറ്റ് റെസീപ്റ്റ്സിന്. Global deposit receipt or American deposit receipt and Indian deposit receipts are identical from legal and operational, technical and administrative point of view. GDRും ADRും ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസീപ്റ്റും എല്ലാം ഒരേ മാതിരിയാണ്. ലീഗലും ഓപ്പറേഷണൽ, ടെക്നിക്കലും അഡ്മിനിസ്ട്രേറ്റീവ് പോയിന്റ് വ്യൂവിലൊക്കെ എല്ലാം ഒരേ മാതിരിയാണ്. ഓൺലി ഡിഫറൻസ് എന്താ വെച്ച് കഴിഞ്ഞാൽ GDR എന്ന് പറയുന്നത് ഗ്ലോബലാണ്, ADR എന്ന് പറയുന്നത് അമേരിക്കൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ്, IDR ഇന്ത്യൻ ഡെപ്പോസിറ്റ് റെസീപ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിലാണ് ട്രേഡ് ചെയ്യാന്നുള്ളതുള്ളൂ. അത് മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. അപ്പം അതാണ് യൂണിറ്റ് 9 ഷെയർ ആൻഡ് ലോൺ ക്യാപിറ്റൽ. താങ്ക് യു.